യെസ്, അതെ. ക്ലാസ്സിലോട്ടുള്ള റെക്കോർഡിങ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഡൗട്ട് ക്ലിയറിംഗ് ആണെങ്കിലും കുറെ പേർക്ക് ഉള്ള സംശയങ്ങളാണെങ്കിൽ റെക്കോർഡ് ക്ലാസ്സിൽ ഇട്ട് കൊടുത്താൽ പിന്നെ ആ സംശയങ്ങൾ ദൂരീകരിച്ച് പോകുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഒന്നൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തത്. ശരി, അപ്പൊ നമുക്ക് തുടരാം. അപ്പോ നമ്മുടെ ഈ ബാച്ച് ചെറിയ ബാച്ചാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മളെല്ലാവരും ജീവിതത്തിൽ കണ്ടിട്ടുള്ള രണ്ട് സ്വപ്നങ്ങൾ ഉണ്ടാവും ചെറുപ്പത്തില്. ആൺകുട്ടികൾ കാണുന്ന ഒരു സ്വപ്നമുണ്ട്, പെൺകുട്ടികൾ കാണുന്ന ഒരു സ്വപ്നം. ആൺകുട്ടികളോട് മിക്കവരോടും വളരെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ആരാകണം എന്നാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ പറയും പോലീസ്. രണ്ടാമത്തെ വിഭാഗത്തിൽ പെൺകുട്ടികളോട് ചോദിച്ചാൽ പൊതുവെ അവർ പറയുക ടീച്ചർ. ഇതാ, നമ്മ കളിക്കുമ്പോഴൊക്കെ പോലും ചെറിയ തുണിയൊക്കെ സാരി പോലെയൊക്കെ കൊടുത്ത് ഒരു ബോർഡൊക്കെ റെഡിയാക്കി പഠിപ്പിക്കുന്ന കളികളൊക്കെ കളിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോ ടീച്ചർ എന്ന് പറയുന്ന ഒരു പദവി സമൂഹത്തിൽ മാത്രമല്ല, അത് പ്രസരിപ്പിക്കുന്ന മുഴുവനിടങ്ങളിലും നാം ഒരു സ്ഥലത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ ഇടപെടുന്ന മുഴുവൻ മേഖലകൾക്കകത്തും വലിയ ഒരു തരംഗം സൃഷ്ടിക്കാൻ, വലിയൊരു സ്വാധീനം സൃഷ്ടിക്കാൻ ശേഷിയുള്ള മൂന്നക്ഷരങ്ങളാണ് ടീച്ചർ എന്ന് പറയുന്നത്. അത് വെറും ഒരു വാക്ക് മാത്രമല്ല. നിങ്ങൾ എത്ര ഉന്നതമായ പദവിയിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ അംഗനവാടി പഠിപ്പിച്ച, പ്ലേ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ടീച്ചറെ കണ്ടാൽ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി നിങ്ങൾ ഓടി ചെല്ലും ടീച്ചറിന്. നമ്മുടെ ഓർമ്മയിൽ ആ ടീച്ചർ എന്നും നിലനിൽക്കുന്നുണ്ടാവും, നമ്മുടെ ഒരു ടീച്ചർ അമ്മയായി. അപ്പോൾ ഈ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളെ അതുപോലെ വലിയ ഒരു പദവിയിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന, ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു കോഴ്സാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറയാം. ഞാൻ കോഴ്സിന്റെ കാര്യങ്ങളിലോട്ട് വരാട്ടോ. ഇതൊന്നുമല്ല ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിഷയങ്ങൾ. അപ്പോ അങ്ങനെയുള്ള ഒരു പദവിയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് ആണ് നിങ്ങൾ ഈ കോഴ്സ് ചേർന്നിട്ടുള്ളത്. 3 രീതിയിലായിരിക്കും ഈ കോഴ്സിൽ നിങ്ങൾ ചേർന്നിട്ടുണ്ടാവുക. ഒന്ന്, കുറച്ചാളുകൾ ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്വപ്നം, ടീച്ചർ ആകണം എന്നുള്ള ഒരു സ്വപ്നം പൂവണിയാൻ വേണ്ടി ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ പൂത്തുമ്പികളെ പോലെ പാറി നടന്ന ആളുകളാണ്. വിവാഹമൊക്കെ കഴിഞ്ഞു, കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് വീടിന്റെ 4 ചുവടുകൾക്ക് അകത്തപ്പെട്ടത്. പഠിക്കാൻ പോകാൻ വേറൊരു ചോയ്സ്. വിവാഹം കഴിഞ്ഞു, തൊട്ടു പിറകെ 1ാമത്തെ കുഞ്ഞ് പിറന്നു, പിറകെ 2ാമത്തെ കുഞ്ഞ് പിറന്നു. വീട്ടില് ഭർത്താവിന്റെ അച്ഛനോ അമ്മക്കോ അല്ലെങ്കിൽ സ്വന്തം അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ അസുഖങ്ങൾ, നോക്കാൻ വേറെ ആരുമില്ല. സോ ആ എല്ലാ ഭാരങ്ങളും ഏറ്റെടുത്ത് തലയിൽ വെച്ച് പൂത്തുമ്പികളെ പോലെ മാറി നടന്നവരുടെ ചിറക രണ്ടും മുറിച്ചിട്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളില് ഒരു അഗ്നിയായി ജ്വലിച്ചു നിൽക്കുമ്പോഴും പഠിക്കാൻ പോകാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ ഭൂരിപക്ഷവും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഓൺലൈൻ ക്ലാസ്സിന്റെ വലിയൊരു സാധ്യതയാണ്. വീടിന്റെ 4 അകങ്ങളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ആളുകൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ സമയത്തിനും സൗകര്യത്തിനും ക്ലാസ്സുകൾ കാണാനും പഠിക്കാനും സർട്ടിഫിക്കറ്റ് നേടാനും നല്ല ഒരു ജോലി നേടാനും. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹം ടീച്ചറാകാൻ വേണ്ടിയിട്ട്. 2ാമത്തേത്, ഒരു ജോലി നേടണം, ഒരു വരുമാനം നേടണം. അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ നമ്മുടെ എജുശ്രീയുടെ പരസ്യം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് അപ്പൊ എന്നാ പിന്നെ ഇതിൽ ചേർന്ന് കളയാം എന്ന് വിചാരിച്ചുകൊണ്ട് കയറിയിട്ടുള്ള ആളുകളുണ്ട്. 3ാമത്തെ ഒരു കൂട്ടർ നമ്മുടെ ബാച്ചിലുള്ള അത്തരം ആളുകളും ഉണ്ടാകാറുണ്ട്. കുറച്ചാളത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവണം. അങ്ങനെ എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ക്ലാസ്സിലൊക്കെ പടച്ചു കയറുന്ന ആളുകളാണ്. അങ്ങനെ കയറിയിട്ടുള്ള ആളുകളും ഈ ബാച്ചിനകത്തല്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഉറപ്പ്, ഈ കോഴ്സ് നിങ്ങളെ ടീച്ചറാക്കുന്നതിന് മാത്രമുള്ള ഒരു കോഴ്സ്, ഒരു പദവിയിലെത്തിക്കുന്നതിനുള്ള ഒരു കോഴ്സ്, ഒരു ജോലി വാങ്ങിത്തരുന്നതിനുള്ള കോഴ്സ് അത് മാത്രമല്ല.
നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അനന്തമായ അജയ്യമായ ശക്തിവിശേഷങ്ങൾ, ആത്മവിശ്വാസത്തെ, നിങ്ങളിലെ യഥാർത്ഥ നിങ്ങളെ പുറത്തേക്ക് തോണ്ടി പറിച്ച് പുറത്തേക്ക് എടുക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ് മോണ്ടിസോറി കോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളെങ്ങനെ നിങ്ങളായി എന്ന് കടമനിട്ടയുടെ ഒരു കവിതയുണ്ട്, കടമനിട്ടയുടെ കവിത. നിങ്ങൾ അറിയുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് പുറത്തിലാണ് പാടുന്നത് കടമനിട്ട. ഈ കോഴ്സ് കഴിയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. ഇന്ന് ഈ ക്ലാസ് ആരംഭിക്കുന്ന ഡിസംബർ 30-ഓ 31-ഓ ആയിരിക്കില്ല. ഈ ക്ലാസ് അവസാനിക്കുന്ന 10-ാം മാസത്തിൽ നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് നിങ്ങള് ആത്മവിശ്വാസത്തിന്റെ അഴക് ധരിച്ചിട്ടുള്ള ആളുകളായി, സഹിഷ്ണുതയുടെയും പരസ്പര വിശ്വാസത്തിന്റെയും ഉദാത്തമായ ജീവിത മൂല്യങ്ങളുടെയും വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ഉറപ്പാണ്. ഞാൻ നിങ്ങളുടെ ക്ലാസ് അവസാനിക്കുന്ന ദിവസം ഉള്ള ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിശ്ചയമായും എത്തും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സെഷൻ ആരംഭിക്കാം. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ജയദേവ് എന്നാണ്. ഞാൻ എഡ്യൂശ്രീക്ക് വേണ്ടി ഈ കോഴ്സ് നടത്തി കൊടുക്കുന്ന സ്മാർട്ട് ശ്രീ എഡ്യൂ കൺസൾട്ടൻസി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണർമാരിൽ ഒരാളാണ്. ഞാനിന്ന് സ്മാർട്ട് ശ്രീയുടെ ബോർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇതുവരെയും നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് സ്മാർട്ട് ശ്രീയുടെ സ്റ്റാഫുകളായിട്ടുള്ള ആളുകളായിരിക്കും. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോ ഞാൻ വന്നത് അവര് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, അതിന്റെ ആധികാരികതകൾ, ആ ആധികാരികതകൾ നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കുന്നതും ആ കാര്യങ്ങളിൽ ഒരു ഉറപ്പ് വരുത്തുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരിട്ട് വന്നിട്ടുള്ളത്. എന്റെ ഫോൺ നമ്പർ ഞാൻ നിങ്ങളോട് പറയാം, എന്റെ ബിസിനസ് നമ്പർ. എല്ലാവരും ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, നിങ്ങൾക്ക് ഭാവിയിൽ ആവശ്യം വരും. ഓക്കെ, നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടെങ്കിൽ, എക്സാമുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ, സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരാളെയും വിളിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളോ കോഴ്സിൽ തുടരാൻ പറ്റാത്ത സാഹചര്യങ്ങളോ സാമ്പത്തികമായോ വ്യക്തിപരമായോ അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളോ നിങ്ങൾക്ക് വന്ന് ഈ കോഴ്സ് അവസാനിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്ക് വെച്ചിട്ട്, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ പറയാൻ പറ്റില്ല, അങ്ങനെ അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഒരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷം നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചേക്കണം. എന്നോട് ഈ കാര്യം വിളിച്ച് പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ ക്ലാസ് അവസാനിപ്പിക്കാനായി. ഓക്കെ, എന്റെ നമ്പർ 9235700300 9235700300 9235700300. ഞാന് നമ്മുടെ കമന്റ് ബോക്സിൽ ആ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. ക്ലാസ് എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ? ഒരു നിമിഷം കട്ടായി പോയായിരുന്നു. ഹലോ, ശരി. അപ്പോ നമുക്കപ്പോ ക്ലാസിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് പറയാം. ഓക്കെ, റൈറ്റ്. ഒന്ന്, ഇത് ഓൺലൈൻ മാധ്യമത്തിൽ കൂടി നടക്കുന്ന ഒരു ക്ലാസ്സാണ്. സ്വാഭാവികമായും സാങ്കേതിക വിദ്യയുടെയും ഇലക്ട്രോണിക് ഡിവൈസുകളുടെയും സഹായത്തോടു കൂടിയിട്ടാണ് ഈ ക്ലാസ്സുകൾ നടക്കുന്നത്. ചില ദിവസങ്ങളിൽ ഒരു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില തടസ്സങ്ങൾ വന്നേക്കാം. അതിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് പരമാവധി മുൻകൂട്ടി അറിയിപ്പുകൾ തരാറുണ്ട്. ഇപ്പോ ചില സമയത്ത് ഇപ്പൊ മഴക്കാലമൊക്കെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ വരാറ്. മരം വീണു, നമ്മുടെ ബ്രോഡ്ബാൻഡിന്റെ വയറ് പൊട്ടിപ്പോയി. ചിലപ്പോ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ എടുക്കും അത് പരിഹരിക്കാനായിട്ട്. അപ്പോ ആ ദിവസങ്ങളിലെ ക്ലാസ് നമ്മൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരുന്നു. നിശ്ചയമായി ആ ദിവസങ്ങളിലെ ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തന്നിരിക്കും. ഓക്കെ,
നമുക്ക് ഇതിന്റെ ക്ലാസിന്റെ സമയം എന്ന് പറയുന്നത് എല്ലാ ദിവസവും 10:30 മുതൽ 11:30 വരെ. 1 മണിക്കൂറാണ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാകുന്നത്. ക്ലാസ് തിങ്കൾ മുതൽ വെള്ളി വരെ. ശനിയും ഞായറും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും. 10:30 മുതൽ 11:30 വരെ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത് ഈ മേഖലയിലുള്ള ഇൻഡസ്ട്രിയിലെ എക്സ്പെർട്സ് ആയിട്ടുള്ള അധ്യാപികമാരായിരിക്കും. ഇൻഡസ്ട്രിയിലെ എക്സ്പെർട്സ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള അധ്യാപികമാരായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. ഓക്കെ, ക്ലാസിന്റെ ഡ്യൂറേഷൻ ഡിപ്ലോമ കോഴ്സിനും PG കോഴ്സിനും 10 മാസമാണ്. 10 മാസത്തെ ക്ലാസ്സാണ് ഉണ്ടാവുക. ക്ലാസ്സിനകത്ത് ഡിപ്ലോമയ്ക്ക് 3 മൊഡ്യൂളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. 3 മൊഡ്യൂൾ. ഒന്നാമത്തേത് ഒരു തിയറി ആയിരിക്കും, രണ്ടാമത്തേത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും, മൂന്നാമത്തേത് പ്രാക്ടിക്കൽ ഏരിയ ആയിരിക്കും. ഡിപ്ലോമ. PGക്ക് ഇത് കൂടാതെ 2 സബ്ജക്റ്റ് കൂടി കൂടുതലായി വരും, 2 മൊഡ്യൂൾ കൂടി കൂടുതലായി വരുന്നു. അങ്ങനെ ആകെ 5 മൊഡ്യൂളാണ് PG വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്നത്. ആദ്യം ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കും PG വിദ്യാർത്ഥികൾക്കും ഒരുമിച്ചായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. പിന്നീട് PGക്കാർക്കുള്ള ക്ലാസ് ഇടക്ക് വെച്ച് സെപ്പറേറ്റ് ഒരു ക്ലാസ് തുടങ്ങുകയും എക്സ്ട്രാ ടൈമിൽ അവർക്ക് 1 മണിക്കൂർ കൂടുതലായി ക്ലാസ്സുകൾ ലഭിക്കുകയും ചെയ്യും. അത് ഇടക്ക് വെച്ചായിരിക്കും. ഓക്കെ, നമ്മൾ ഈ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. എത്രയൊക്കെയാണ് ഫീസ്? നമ്മുടെ ക്ലാസ്സിലുണ്ട്. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുടെ ഫീസൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ആരെങ്കിലും ഒരാൾ പറയാമോ? അല്ലെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാലും മതി. അറിയോ? Come on. Sir, normal private, thank you so much, sir. Montessori classes, they charge around rupees 35,000 or 40,000. Right. Okay. കേരളത്തിനകത്ത് ഇന്ന് നിലനിൽക്കുന്ന സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 30,000, 35,000, 40,000. ചില സ്ഥാപനങ്ങൾ 25,000 കോഴ്സ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ 20,000 രൂപക്ക് കോഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ പല പൈസയായിട്ട് കുറെ പൈസയും കൂടി വാങ്ങിയെടുക്കും. ഇതാണ് സ്ഥിതി. പക്ഷെ ഞങ്ങൾ സ്മാർട്ട് ശ്രീ ഈ കോഴ്സ് ചെയ്യുന്നത് എഡ്യൂശ്രീ എന്ന് പറയുന്ന ഒരു CSR ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ സഹായത്തോടു കൂടിയിട്ടാണ്. നിങ്ങൾക്ക് ആകെ വരുന്ന ഫീസ്, ഡിപ്ലോമയ്ക്ക് ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 8,000 രൂപയാണ്. 8,000 rupees. ഓക്കെ, അതില് 1,000 രൂപ രജിസ്ട്രേഷൻ ഫീസാണ്. ആദ്യത്തെ 1,000 രൂപ രജിസ്ട്രേഷൻ ഫീസാണ്. ബാക്കി വരുന്ന 7,000 രൂപയാണ് സ്മാർട്ട് ശ്രീക്ക് ലഭിക്കുന്ന ട്യൂഷൻ ഫീസ്, ട്യൂട്ടോറിയൽ ഫീസ് എന്ന് പറയുന്നത് 7,000 രൂപ. ഓക്കെ, ആദ്യത്തെ 1,000 രൂപ റീഫണ്ടബിൾ അല്ല. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യത്തെ രജിസ്ട്രേഷൻ ഫീസ് 1,000 രൂപ റീഫണ്ടബിൾ അല്ല. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഈ 1,000 രൂപ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ കൗൺസിലിൽ മോണ്ടിസോറിയുടെ പേരിൽ സ്ലോട്ട് ബുക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് അവൈലബിൾ ആക്കുന്നത്, ഗൂഗിൾ ക്ലാസ് റൂമിന്റെ അറേഞ്ച്മെന്റ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെലവാക്കുന്ന തുകയാണ്. അതുകൊണ്ടാണ് അത് രജിസ്ട്രേഷൻ ഫീസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാങ്ങുന്നത്. ഓക്കെ, അതാണ് 1,000 രൂപ. അപ്പൊ അത് ഓൾറെഡി ചെലവായി പോയി. നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് തൊട്ടടുത്ത ദിവസം. ഹലോ, അയ്യോ, ഒരാളെ അതൊന്ന് മ്യൂട്ട് ചെയ്യാമോ? ഞാൻ മ്യൂട്ട് ചെയ്യാം. അപ്പോ 8,000 രൂപയിൽ 1,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. ബാക്കി 1,000 രൂപ വീതമുള്ള 7 മാസ തവണകളായി 7,000 രൂപയാണ് നിങ്ങൾ ഫീസ് അടക്കേണ്ടത്. അങ്ങനെ 8,000 രൂപയാണ് ആകെ ഈ കോഴ്സിന്റെ ഫീസായി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡിപ്ലോമയ്ക്ക് സ്മാർട്ട് ശ്രീ വാങ്ങുന്നത്. ബാക്കി പൈസ ഈ കോഴ്സ് പൂർത്തിയായി കഴിയുമ്പോൾ എഡ്യൂശ്രീയിൽ നിന്ന് സ്മാർട്ട് ശ്രീക്ക് ലഭിക്കും. നിങ്ങളുടെ കോഴ്സ് പൂർത്തിയാക്കണം. അപ്പോഴാ പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആ ഫീസ് നമുക്ക് തരുന്നത്. ഓക്കെ,
സ്മാർട്ട് ശ്രീ കഴിഞ്ഞ 14 വർഷക്കാലമായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഞങ്ങള് മൂല്യാധിഷ്ഠിത കാഴ്ചപ്പാടോടുകൂടിയിട്ട് കേരളത്തിൽ ജീവിക്കുന്ന ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വരെ സാമ്പത്തികമായി പഠിക്കാൻ സാഹചര്യമില്ലാത്ത ആളുകൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞങ്ങളുടെ മുഴുവൻ കോഴ്സുകളും ഞങ്ങൾ ഡിസൈൻ ചെയ്യാറ്. ഞങ്ങൾ PSC കോച്ചിങ് നടത്തുന്നതാണ്. 1.5 വർഷത്തേക്ക് 500 രൂപയാണ് ആകെ വാങ്ങുന്നത്. എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകളും 1.5 വർഷത്തേക്ക് 500 രൂപ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഉണ്ടാവും, മെഡിക്കൽ കോഡിങ്, മെഡിക്കൽ സ്ക്രൈബിങ്, ലോജിസ്റ്റിക്, ജൂനിയർ IAS പ്രോഗ്രാം, അങ്ങനെ നിരവധിയായിട്ടുള്ള കോഴ്സുകൾ നമുക്കുണ്ട്. എല്ലാത്തിനെയും ഇതുപോലെ നാമമാത്രമായിട്ടുള്ള ഫീസുകളാണ് നമ്മൾ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. ഓക്കെ, അതാണ് അതിന്റെ ഭാഗമായി പറയാനുള്ളത്. PGക്ക് ഉള്ള കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 12,000 rupees ആണ്. 12,000 രൂപ. 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ്. ബാക്കി തുടർന്ന് വരുന്ന മാസങ്ങളിൽ 1000 രൂപ വെച്ച് 11,000 രൂപ, 11,000 rupees ആണ്. ഓക്കെ, ഇതിൽ ഒരുമിച്ചാണ് നിങ്ങൾ ഈ ഫീസ് അടക്കുന്നതെങ്കിൽ നിങ്ങൾ 8,000 രൂപ അടക്കണ്ട, 7,000 രൂപ അടച്ചാൽ മതി. രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ 7,000 രൂപ അടച്ചാൽ മതി. 1000 രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. PGക്കാണെങ്കിൽ 12,000 രൂപക്ക് പകരം 11,000 രൂപ നിങ്ങൾ അടച്ചാൽ മതി. ഒരുമിച്ചാണ് അടക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരുമിച്ചാണ് അടക്കുന്നതെങ്കിൽ അത് ഈ വരുന്ന ജനുവരി 5-ാം തീയതി വരെ നിങ്ങളുടെ ക്ലാസ്സിന് ഈ ഓഫർ ഉണ്ടായിരിക്കുന്നതാണ്. 5-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ പൈസ അടച്ചാൽ മാത്രമായിരിക്കും ഈ ഓഫർ ഉണ്ടായിരിക്കും. അടുത്ത ഭാഗം ഫീസ് കളക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഫീസ് കളക്ഷന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ ആദ്യം വിളിച്ചിട്ടുള്ളത് നിങ്ങളുടെ PROമാരായിരിക്കും. നമ്മുടെ സ്റ്റുഡൻസ് കൗൺസിലിംഗ് ടീമായി. സ്മാർട്ട് ശ്രീക്ക് 12ഓളം വരുന്ന ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത്. സ്റ്റുഡൻസ് കൗൺസിൽ ടീമുണ്ട്, മാർക്കറ്റിംഗ് ടീമുണ്ട്, PRO ടീമുണ്ട്, പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സെക്ഷൻ ഉണ്ട്, അക്കൗണ്ടിംഗ് സെക്ഷൻ ഉണ്ട്, അങ്ങനെ ലോട്ട് ഓഫ് സെക്ഷൻസ്. ഓക്കെ, അപ്പോ നിങ്ങളെ ഓരോ വിഭാഗത്തിൽ നിന്നായിരിക്കും ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കുക. ഇനി നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക പേയ്മെന്റ് അക്കൗണ്ട് സെക്ഷനിൽ നിന്നായിട്ട് നിങ്ങളുടെ ഫീസ് കളക്ട് ചെയ്യാൻ വേണ്ടി. നിങ്ങളുടെ ഫീസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിതമായിട്ടുള്ള ദിവസം അവിടെ നിശ്ചയിച്ചിട്ടുണ്ടാവും. അവര് സ്മാർട്ട് ശ്രീയിൽ നിന്നാണ് പരിചയപ്പെടുത്തുകയും ആ ഫീസ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് നമ്പർ തരികയും ചെയ്യും. ഓക്കെ, നമ്മൾ അക്കൗണ്ട് നമ്പർ തരികയും ചെയ്യും. ആ അക്കൗണ്ടിലോട്ട് നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്ത് സ്ക്രീൻഷോട്ട് കൂടി അവർക്ക് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പേയ്മെന്റ് അവിടെ ലഭിച്ചു എന്നുള്ള കാര്യം അവിടെ രേഖപ്പെടുത്തും. ഈ ഫീസ് നിശ്ചിത തീയതിക്കുള്ളിൽ അടക്കുന്നതിന് മുമ്പായി ഒരു തവണ നിങ്ങളെ വിളിക്കും. ഒരൊറ്റ തവണയെ നിങ്ങളെ ഫോണിൽ വിളിക്കും. ശേഷം ഒരു തവണ നിങ്ങൾക്ക് മെസ്സേജ് ഇടും, ഒരു റിമൈൻഡർ മെസ്സേജ്. ഈ 2 കാര്യങ്ങളാണ് ആ നിശ്ചിത തീയതിക്ക് മുമ്പായി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഇതല്ലാതെ അധികമായി ഒരു കോളോ ഒരു മെസ്സേജോ നിങ്ങൾക്ക് നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന്, അക്കൗണ്ടിംഗ് വിഭാഗത്തിൽ നിന്ന് വരികയില്ല. എന്നാൽ തുടർന്ന് ആ നിശ്ചിത തീയതിക്കുള്ളിൽ നിങ്ങൾ ഫീസ് അടച്ചില്ല എങ്കിൽ നിങ്ങളെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പിന്നെ വിളിച്ചിട്ട് ഫീസ് അടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയും. എൻ്റെ ഒരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പരമാവധി ആളുകൾ ആ നിശ്ചിത ദിവസത്തിനുള്ളിൽ തന്നെ ഫീസ് അടച്ച് സഹകരിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങളിൽ ശമ്പളം വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അറിയാൻ പറ്റും. 10,000 രൂപ ശമ്പളം കിട്ടുന്ന ആള്, ആ ആൾക്ക് ആ ദിവസം ശമ്പളം കിട്ടിയില്ല. മുതലാളി പറയാണ് അടുത്ത മാസം തരാം, 2ഉം കൂടി ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ആ ശമ്പളം വാങ്ങുന്ന ആ എംപ്ലോയി വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെങ്കിൽ വാടക കൊടുക്കണം. വീട്ടിലേക്കുള്ള പലവ്യഞ്ജനക്കടയിലുള്ള പറ്റ് തീർക്കണം, പാലുകാരന്റെ പറ്റ് തീർക്കണം, കേബിളുകാരന്റെ പറ്റ് തീർക്കണം. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യം ഉണ്ടാവും. ഒരു മാസത്തെ ശമ്പളം ഒരൽപ്പം വൈകിയാൽ മുഴുവൻ കാര്യങ്ങളും അവതാളത്തില്ല. നമ്മുടെ സ്ഥാപനത്തിലും ഇതേ പ്രശ്നം ഉണ്ട്. എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ചെറിയ നാമമാത്രമായിട്ടുള്ള ഒരു ഫീസിലാണ് നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ സമയാസമയത്ത് സമയബന്ധിതമായി ആ ഫീസ് നമുക്ക് കളക്ട് ചെയ്ത് കിട്ടിയാൽ നമ്മുടെ ദൈനംദിന ചിലവുകൾ നടത്തിക്കൊണ്ടു പോകുന്നത് വലിയ ബുദ്ധിമുട്ട്. നമുക്ക്
120-ൽ പരം ജീവനക്കാരാണുള്ളത്, അധ്യാപകരടക്കം, അധ്യാപകരും അനധ്യാപകരും അടക്കം. 6-7 സ്ഥലത്ത് ഓഫീസുകൾ ഇറങ്ങും. അതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക സഹായങ്ങളും സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും ഓരോ മാസവും വലിയ റെന്റ് കൊടുക്കണം. കറണ്ട് ചാർജ്, വാട്ടർ ചാർജ്, പിന്നെ ഗതാഗതത്തിന്റെ ചാർജ്, നിങ്ങൾക്ക് അറിയാമതൊക്കെ. അപ്പോ നിങ്ങളുടെ ഫീസിനെ ആശ്രയിച്ചാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഇരിക്കുന്നത്. അപ്പോ ഫീസ് ദയവ് ചെയ്ത് ആ നിശ്ചിത തീയതിക്കുള്ളിൽ അടക്കാൻ വേണ്ടിയിട്ട് പരമാവധി പേരും ശ്രമിക്കണം. ഓക്കെ, ശരി. അടുത്ത സെഷൻ. ഫീസ് നിങ്ങൾക്ക് അടക്കാൻ പറ്റിയില്ല, എന്താ ചെയ്യുക? ആരെങ്കിലും ഒരാൾ മറുപടി പറഞ്ഞേ. നിശ്ചിത ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫീസ് അടക്കാൻ പറ്റിയില്ല. നിങ്ങളുടെ ഡേറ്റ് ഒരു ജനുവരി 20-ാം തീയതി ആണെന്ന് വിചാരിക്കാം. ആദ്യത്തെ തവണ വിളിച്ചു, ആദ്യത്തെ തവണ മെസ്സേജ് ഇട്ടു, നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോലെ പൈസ നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ല. എന്ത് ചെയ്യും നിങ്ങൾ? പിന്നെ അടുത്ത തവണ വിളിക്കുമ്പോൾ എന്ത് പറയും? ഒരാൾ പറഞ്ഞേ. സർ, ഞങ്ങള് സാറിനെ വിളിച്ച് ഇൻഫോം ചെയ്യും നേരത്തെ തന്നെ. ഓക്കെ, ഗുഡ്. മറ്റൊരാളുടെ അഭിപ്രായം പറഞ്ഞേ. ഇല്ല, ഒരഭിപ്രായമില്ലേ? ഇതുപോലെ മിണ്ടാതിരിക്കോ? ഇതാണ് പ്രശ്നം. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു കാര്യം ഫീസ് അടക്കാൻ പറ്റിയില്ല. ഒരു സ്റ്റുഡന്റ് ഒരു ഡേറ്റ് പറഞ്ഞ് അന്ന് അടക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ജന്മം ഉണ്ടെങ്കിൽ ഫോൺ എടുക്കുക. മെസ്സേജ് അയച്ചു, മെസ്സേജിന് മറുപടി കൊടുക്കില്ല. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ടീച്ചർമാരാകാൻ പോകുന്ന ആളാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു മൂല്യം നിങ്ങളുടെ ഓരോ പ്രവർത്തികളിലും നിങ്ങൾക്ക് ആസ്വദിച്ചു. നമ്മൾ മനുഷ്യരാണെന്നേ. പൈസ നമ്മൾ ഉദ്ദേശിച്ച പോലെ കയ്യിൽ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോ എടുത്തു വെച്ച പൈസ കൊണ്ട് പെട്ടെന്ന് ആശുപത്രി കേസ് നടപ്പിലാക്കേണ്ടവരാ. ഫീസ് അടക്കാൻ നിൽക്കും, ആശുപത്രിയിൽ പോകും. ആശുപത്രിയിൽ പോകണം, അതിനാണ് പ്രയോറിറ്റി. അപ്പൊ ആ കാര്യം നമ്മളോടൊന്ന് പറയുക. എന്നോട് പറയണമെന്നില്ല, പറയേണ്ടത് നിങ്ങളുടെ അക്കൗണ്ട് സെക്ഷനിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്ന, നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്ന അക്കൗണ്ട് സെക്ഷനിൽ നമ്മുടെ ജീവനക്കാരുണ്ടാവും. അവരോട് പറയണം. അവരോട് വിളിച്ചിട്ട് പറയുക, ഇന്ന പോലെ എനിക്ക് ഫീസ് അടക്കാനായിട്ട് ഇത്രാം തീയതി ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് അടക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് ഒരു 4 ദിവസം കൂടി അല്ലെങ്കിൽ ഇത്ര ദിവസം കൂടി സമയം തരണം, ഞാൻ ഇത്രാം തീയതി ഫീസ് അടക്കാം എന്ന് നിങ്ങൾ പറയുക. അങ്ങനെ തുറന്ന് പറയുന്നത് എന്താകുന്നപ്പോ ഒരു കുഴപ്പമില്ലാതെ നമുക്കൊക്കെ പരസ്പരം മനസ്സിലാക്കാനായിട്ട് പറ്റില്ലേ? നമ്മൾ ഇനി വരുന്ന 10 മാസക്കാലം ഒരുമിച്ച് പോകേണ്ട ആളുകളാണ്. ഓക്കെ, 10 മാസക്കാലം ഒരുമിച്ച് പോകേണ്ട ആളുകളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിൽ എനിക്ക് ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് സഹായം തേടേണ്ടി വന്നേക്കാം. മനുഷ്യരുടെ കാര്യമാണതല്ല. അപ്പോ നമ്മൾ നമ്മുടെ പരിമിതികളെ കുറിച്ച് ബോധവാന്മാരായിരിക്കും. നമുക്ക് എന്ത് കാര്യവും ഉള്ളു തുറന്ന് പരസ്പരം തുറന്ന് സംസാരിച്ചാൽ തീരാത്ത ഒരു പ്രശ്നവും ഈ ഭൂമിയിലില്ല. ഉള്ളു തുറന്നേ പരസ്പരം സംസാരിച്ചാൽ തീരാത്ത ഒരു പ്രശ്നവും ഈ ഭൂമിയിലില്ല. ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ, ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഈ സമയം 50,000-ലേറെ കുഞ്ഞുങ്ങള് കൊല്ലപ്പെട്ട ഒരു രാഷ്ട്രമുണ്ട്, അറിയോ? ഫലസ്തീൻ ഇസ്രായേൽ 2 ലക്ഷം കുഞ്ഞുങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. യുദ്ധം നടക്കണം. റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നു. സിറിയയിൽ യുദ്ധം നടക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ, ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ ഓരോ നിമിഷവും പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും കൊള്ളുന്നു. ഒരു കൊതുക് കടിച്ച് പനി വന്നാല് ചത്തൊടുക്കി പോകുന്ന ഒരു ജീവിതമാണ്, എത്ര വലിയ ആളാണെങ്കിൽ. മനസ്സിലായോ? അപ്പോ നമ്മുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്ക് പരസ്പരം തുറന്നു പറഞ്ഞ് കാര്യങ്ങള് പരിഹരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു പോകാം. ഞങ്ങൾ സ്മാർട്ട് ശ്രീ അത്തരത്തിലുള്ള ജീവിത മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യങ്ങൾ ഈ നിരക്ക് തന്നെ മനസ്സിലായി നിങ്ങളോട് തുറന്നു. ഒരു മാസം ഫീസ് അടക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ആരും ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പോകുന്നില്ല. 2 മാസം നിങ്ങളുടെ ഫീസ് അടച്ചില്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരാൾ പോലും ഈ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്യില്ല, ഉറപ്പ്. നിങ്ങൾ ഒരു ഡേറ്റ് പറഞ്ഞാൽ മതി, ഇത്ര ദിവസത്തുള്ളിൽ ഞങ്ങൾക്ക് ഫീസ് അടക്കാൻ പറ്റും സാർ എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. നിങ്ങളുടെ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതിരിക്കുകയോ
പിന്നെ ഫീസ് അടക്കുന്നതിന്റെ അടക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ക്ലാസ് റിലീവ് ചെയ്ത് പോവുകയോ ചെയ്യും. സാമ്പത്തിക സാഹചര്യത്തിന്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ ക്ലാസ് റിലീവ് ചെയ്ത് പോകരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. ഒരുപക്ഷെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ള വീട്ടമ്മമാർ, ഇതിനകത്ത് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഹൗസ് വൈഫ്സ്, ബഹുഭൂരിപക്ഷം പേര് വീട്ടമ്മമാർ. അവരുടെ ജീവിതത്തിൽ ഒരു അവസാനത്തെ ഒരു കോഴ്സായിരിക്കും. ഇനി ഒരു കോഴ്സ് പഠിക്കാനുള്ള സന്ദർഭമോ സാഹചര്യമോ ഉണ്ടാവില്ല. ഒരുപക്ഷെ കുറെ ആൾക്കാർ കെട്ടിയോനും വീട്ടുകാരും ഒക്കെ അറിയാതെ ഇരിക്കും ഈ കോഴ്സ് ചേർന്നിട്ടുണ്ടാവുക. എനിക്കറിയാം അങ്ങനത്തെ വിദ്യാർത്ഥികളെ പുതപ്പിനടിയിൽ മൊബൈൽ ഫോൺ വെച്ചിട്ട് റെക്കോർഡ് ക്ലാസ് കണ്ടുപിടിക്കും. വീട്ടിലറിഞ്ഞാല് പ്രശ്നമാണ്, വീട്ടിൽ നിന്ന് പൈസ കൊടുക്കൂല. അങ്ങനെയുള്ള കെട്ടിയന്മാരുണ്ടല്ലോ നമ്മുടെ ഈ കേരളത്തിനകത്ത്. നമ്മൾ സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും ഒരു ജെൻഡർ ഹൈറാർക്കി നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ, അല്ലേ? ഒരു പുരുഷാധിപത്യ സമൂഹമാണ് ഇപ്പോഴും കേരളം. മുമ്പത്തേക്കാൾ കുറെയൊക്കെ ഭേദപ്പെട്ടു എങ്കിലും അപ്പോ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാനപ്പോ വേറെ ആവശ്യത്തോട് കൂടുതലായിട്ട് കിടക്കുന്നില്ല. അപ്പോ ഫീസിന്റെ കാര്യം എനിക്ക് പറയാനുള്ളത് ഇതാണ്. അടുത്തൊരു ഭാഗം ടീച്ചർമാര് നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. നല്ല സൂപ്പർ ക്ലാസ് ആയി, നല്ല ക്ലാസ്. ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്തിരുന്നത് ആരായിരുന്നു? പേര് പറയാമോ? അശ്വതി മിസ്. അശ്വതി ടീച്ചറാണ് ക്ലാസ്. നിങ്ങൾക്ക് അശ്വതി ടീച്ചർ ഉണ്ട്. ഇവിടെ മോണ്ടിസോറി ക്ലാസ്സിലൊക്കെ ഒരുപാട് ടീച്ചർമാരുണ്ട്. അശ്വതിമാര് എന്ന രണ്ടുപേരുണ്ട്. ആതിര ടീച്ചർ ഉണ്ട്, അപർണ ടീച്ചർ ഉണ്ട്, ഷെറീന ടീച്ചർ ഉണ്ട്, ജിഷ ടീച്ചർ ഉണ്ട്. അങ്ങനെ കുറെ പേരുണ്ട്. ആരൊക്കെയാണ് നിങ്ങളുടെ ബാച്ച് ക്ലാസ് എടുക്കാൻ വരുന്നതെന്ന് എനിക്കറിയില്ല. എല്ലാവരും ഈ മേഖലയിലുള്ള എക്സ്പെർട്സ് ആണ്. വർഷങ്ങളായിട്ട് അധ്യാപക മേഖലയിൽ, എസ്പെഷ്യലി ഈ മോണ്ടിസോറിയിൽ പ്രവർത്തിക്കുന്നയാളാണ്. അവർ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തു തരും. നിങ്ങൾ എന്ത് പറയും? കമോൺ സൂപ്പർ ആയിട്ടൊരു ക്ലാസ് എടുത്തു. നിങ്ങളുടെ ഹൃദയത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത രീതിയിലുള്ള ഒരു അധ്യാപകൻ. നന്ദി പറയണം. ഒന്ന് നന്ദി. ടീച്ചറിനോട് നന്ദി കാണിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് വേയില് പഠിച്ച് റിസൾട്ട് വാങ്ങിച്ച് കുട്ടികൾക്ക് അതുപോലെ ട്രെയിനിങ് എടുക്കുമ്പോൾ. നിങ്ങൾ ടീച്ചറിനോട് പറയേണ്ട നന്ദി എങ്ങനെയാണെന്ന് അറിയും. നിങ്ങൾ ടീച്ചറിനോട് പറയേണ്ട നന്ദി അതുപോലെ തന്നെയുള്ള ഒരു ടീച്ചറായി നിങ്ങൾ മാറുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിമനോഹരമായ, നിങ്ങളെ സമൂഹിപ്പിക്കുന്ന ഒരു ക്ലാസ് എടുത്ത ഒരു ടീച്ചർക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഗുരുദക്ഷിണ എന്ന് പറയുന്നത് പട്ടുസാരി മേടിച്ചു കൊടുക്കലല്ലാണ്. ഭഗത് സിംഗിന്റെ അമ്മയ്ക്ക് എഴുതി കൊടുത്തൊരു കത്തുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കത്താണ്. ഓക്കെ, തൂക്കുമരത്തിന്റെ കീഴിൽ ഞാൻ ബ്രിട്ടനിൽ വീണ് മരിച്ചാലും അമ്മയെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നെ പോലെ 1000 ഭഗത് സിംഗുമാർ ഉദിച്ചുയരുക തന്നെ ചെയ്യുമെന്നാണ് ഭഗത് സിംഗ് പറയുന്നത്. അതുപോലെ ആ ടീച്ചറിനെ പോലെ ക്ലാസ് എടുക്കുന്ന 1000 ടീച്ചർമാരായി നിങ്ങൾ ഉദിച്ചുയരണം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ദക്ഷിണകളിൽ ഒന്നാമത്തെ ഗുരു. രണ്ടാമത്തെ ഒരു ഗുരുദക്ഷിണയുടെ കാര്യം കൂടി ഞാൻ പറയാം. എന്താണെന്നറിയാം? ഒരു ടീച്ചറിന്റെ ക്ലാസ് ഏറ്റവും നന്നായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടെങ്കിൽ, അങ്ങനെ അനുഭവപ്പെട്ടാലും മാത്രം പറഞ്ഞാൽ മതി കേട്ടാ. അല്ലാതെ ഞാൻ പറഞ്ഞു എന്നുള്ളതിന് അന്നാ ഒരു കാര്യം ചെയ്യാം, അതിങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾക്കത് അനുഭവപ്പെടണം. ഏതൊരു കാര്യവും അനുഭവപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുക. അല്ലേ? ആണോ? അല്ലേ? അങ്ങനെയാണ്. നിങ്ങളുടെ ഒരേ ഒരു ആങ്ങളാട്ട, നിങ്ങളുടെ ഒരേ ഒരു ആങ്ങള കല്യാണം കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം നാത്തൂനായിട്ട് നിങ്ങളുടെ വീട്ടിൽ വിരുന്നിന് വരിക. ഓക്കെ, നിങ്ങൾ കല്യാണം കഴിച്ചു പോയിട്ട് ഒരു 5-6 കൊല്ലം വിചാരിക്കാം ഭർത്താവിന്റെ വീട്ടിൽ. അവിടെ അപ്പം സ്വന്തം ആങ്ങളെ നാത്തൂനും കൂടി ആദ്യമായിട്ട് വിരുന്നിന് വരും. നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിൽ മിക്കവാറും ദിവസം ഉണ്ടാക്കുന്ന പ്രാതല വിഭവങ്ങളിൽ ഒരു വിഭവമാണ് പുട്ടും മുട്ടക്കറി. പക്ഷെ നിങ്ങളുടെ ആങ്ങള വരുന്ന ദിവസം ഉണ്ടാക്കുന്ന പുട്ടും മുട്ടക്കറിയും എന്ന് പറയുന്നത്, നിങ്ങൾ ആ വീട്ടിൽ ചെന്നിട്ട്
ഇതുവരെയും ഉണ്ടാക്കാത്ത പുട്ടുമുട്ടക്കറിയുമായിരിക്കും. ഒരു തർക്കവും വിചാരിക്കണ്ട. ആർക്കെന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല സർ. അതങ്ങനെ വരും. പക്ഷെ നിങ്ങൾ അതുവരെ നിന്ന് പണിയെടുത്ത് അതേ അടുക്കള, അതുവരെയും വെളിച്ചെണ്ണ ഒഴിച്ച് കാച്ചി അതേ ചീനച്ചട്ടി, അതേ കയ്യില്, അതേ സ്റ്റവ്, ഇതൊക്കെ സെയിം തന്നെയാണ്. ഇതുണ്ടാക്കുന്ന നിങ്ങളും സെയിം തന്നെയാണ്. പക്ഷെ അന്നുണ്ടാക്കുന്ന മുട്ടക്കറിക്ക് പുട്ടിന് ഒരൽപ്പം രുചി കൂടുതലായി. എന്താ കാര്യം എന്ന് പറയും? അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ട്രോഫി മേടിക്കാനായിട്ട് തിരുവോണം ആർട്സ് ക്ലബ്ബ് നടത്തുന്ന ഓട്ട മത്സരത്തിനാണോ നിങ്ങൾ ആദ്യം ഓടിയെത്തുക പേപ്പട്ടി കടിക്കാൻ ഓടിച്ചിരുമ്പോഴാണ്? എപ്പോഴായിരിക്കും ആദ്യമായിട്ട് വേഗത്ത് ഓടുന്നത്? പേപ്പട്ടി കടിക്കാൻ ഓടി ഓടിച്ചിരുമ്പോഴേക്കോട് നിങ്ങൾ ഏറ്റവും വേഗത്തിൽ ഓടുന്നത്. ക്ലബിന്റെ ഓട്ട മത്സരത്തിൽ നിങ്ങൾ അത്രയും വേഗത്തിൽ ഓടണമെന്നില്ലെന്ന്. അതെന്താ കാരണം എന്നറിയോ? ഉള്ളിൽ നിന്ന് വരുന്നത് കൊണ്ടാണ്. അപ്പോ അത്തരത്തിൽ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അനുഭവമാണ് ഒരു ടീച്ചറിന്റെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായത്. നിങ്ങളൊരു കാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞ ആ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലേക്ക് നിങ്ങൾ ഒരു വോയിസ് ഇടുക, അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ ഇടുക. സാർ, ഈ ടീച്ചറിന്റെ ക്ലാസ് ഇന്ന പോലെ നന്നായിരുന്നു, എനിക്കത് വളരെ ഹൃദയസ്പർശിയായി തോന്നി. ഓൺ യുവർ ലാംഗ്വേജ്, നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ ഒരു ലാംഗ്വേജിൽ ഇടുക. ഞാനത് ടീച്ചർമാർക്ക് അയച്ചു. അപ്പോഴൊരു ഗുണം എന്താണെന്ന് അറിയോ? അപ്പൊ ഒരു ഗുണമുണ്ട്. എന്താ ഗുണം? അടുത്ത ക്ലാസ്സിലേക്ക് ആ ടീച്ചറിൽ നിന്ന് കിട്ടുക. നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾ, ഞാൻ നേരത്തെ വന്ന പുട്ടുമുട്ടക്കറി ഉണ്ടാക്കി നിങ്ങൾ കൊണ്ടു ചെല്ലുകയാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കിയാക്കുന്നതാണ്. കൊണ്ടുവന്ന് വെച്ച് ഹസ്ബൻഡ് കപ്പ് പൊതുമ്പോ എടുത്തത് എണീറ്റ് പോയി. നിങ്ങൾക്ക് എന്ത് തോന്നും? തിന്നു കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് നിങ്ങളോട് പറയാണ്, ആ ഇത് കൊള്ളാട്ടാ, ഇത് നല്ല രുചിയായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഇല്ലേ? ചില കെട്ടിയന്മാരുണ്ട്, സ്നേഹം ഉണ്ടാവുന്നു, പുറത്ത് കാണിക്കൂല. ഓക്കെ. അപ്പോ നിങ്ങള് സ്നേഹം പുറത്ത് കാണിക്കുന്ന ശിഷ്യകളായി, സ്റ്റുഡൻസ് ആയിട്ട് മാറും. നിശ്ചയമായിട്ടും നിങ്ങൾ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ എനിക്ക് തരാം. അപ്പൊ അതിന് വേറൊരു മറുവശമുണ്ട്. എന്താ മറുവശം? ടീച്ചറിന്റെ ക്ലാസ് മോശമാണെങ്കിലോ? അപ്പൊ എന്ത് ചെയ്യണം? മോശമാണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോഴും നിങ്ങൾ ഇടണം. എനിക്ക് വോയിസ് ഇട്ടേക്കുക. ടീച്ചറോട് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ടീച്ചറിന്റെ ക്ലാസ് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാൻ ഉള്ള ധൈര്യം നിങ്ങൾ കാണിക്കും. ദാറ്റ്സ് യുവർ റൈറ്റ്, നിങ്ങളുടെ അവകാശമാണ്. ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയാം, ഇവിടുത്തെ ടീച്ചർമാർ ആദ്യം ക്ലാസ് മോശമാവില്ല. പക്ഷെ ഈ ക്ലാസ്സിനകത്തൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് അറിയോ? മോണ്ടിസോറി ക്ലാസ്സിന്റെ അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ്. 10ാം ക്ലാസ് പഠിച്ചവരുണ്ട് ഈ ബാച്ചുകാർ. കൂടാതെ PG കഴിഞ്ഞവരും ഉണ്ടാവും, ഡിഗ്രി കഴിഞ്ഞവരും ഉണ്ടാവും. പിന്നെ IQ ലെവലിൽ ഓരോ വിദ്യാർത്ഥികളുടെയും ഓരോ തരത്തിലായിരിക്കും. ചില ആളുകളെ ഒരുപാട് നാള് വീട്ടിൽ ഇങ്ങനെ കിടന്ന് പഠനത്തിന്റെ ടച്ചൊക്കെ വിട്ട് ഒരു സുപ്രഭാതത്തിലെ കോഴ്സ് വന്ന് ചെയ്തവരായിരിക്കും. അവർക്ക് പെട്ടെന്ന് പഴയ പോലെ ക്ലച്ച് പിടിച്ചിട്ട് പറ്റൂല, പഴയ പോലെ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ. അപ്പോ അത്തരക്കാർക്ക് കാണുന്ന ഒരു പ്രവണതയുണ്ട്. നിങ്ങൾ പഠിക്കുന്നത് ചിൽഡ്രൻ സൈക്കോളജി, നിങ്ങൾ പഠിക്കുന്നത് അതൊരു സൈക്കോളജിക്കൽ പ്രവണത. ഒരു വേദിയുടെ മുമ്പിൽ നിറയെ കസേരകൾ ഉണ്ട് കേട്ടോ. ഒരു വേദി, 4 പേര് വേദിയിൽ ഇരിപ്പുണ്ട് പ്രസംഗിക്കാൻ. ഫ്രണ്ടിലുള്ള കസേരകൾ മുഴുവനും ഒഴിഞ്ഞെടുക്കായിരിക്കും. നിങ്ങളിൽ ആരെങ്കിലും ഒരാള്, ഞാൻ ഒരാളുടെ പേര് വിളിക്കാം, നസ്രത്ത് ആ വേദിയിലോട്ട് കയറി ചെല്ലുകയാണ്. എവിടെയായിരിക്കും നസ്രത്ത് കയറിയിരിക്കുക? ഏറ്റവും ഫ്രണ്ടിലെ കസേരയിലിരിക്കുമോ, നടുക്കുള്ള കസേരയിലേക്കോ, പുറയിലിരിക്കും? ഏറ്റവും ബാക്ക് പോയിരിക്കും സാർ. ഗുഡ്. നസ്രത്ത് സത്യം പറഞ്ഞു. പിന്നെ വേറെ പറയും. മൈമുന പറഞ്ഞ കേക്കട്ടെ. മൈമുന ഇല്ല ഇവിടെ. ശാന്തിനി, വേറെ ആരെങ്കിലും പറയാമോ? റോഷ്നി, എനിക്ക് കുറച്ചു പേരൊക്കെ കാണാൻ പറ്റണോടാ. കണ്ട പേര് ഞാൻ വിളിക്കുന്നത്. ഞാൻ ക്ലാസ്സിലൊക്കെ മുമ്പിൽ കയറിയിരിക്കണ ആളാണ്. ഓക്കെ. ആരാണ് പറഞ്ഞത്? നസീമയാണ് പേര്. പേരെന്താണ്? നസീമ. ജസീമ. ഓക്കെ. ജസീമ മുമ്പിൽ കയറി.
എനിക്ക് ക്ലാസ്സിന്റെ മുമ്പിൽ ഇരിക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ സെക്കൻഡ് ബെഞ്ചിൽ. ചില ആളുകൾ എന്താണെന്നറിയോ, ക്ലാസിന്റെ ബാക്കിലിരിക്കും, ചില ആൾക്കാർ ഫ്രണ്ടിൽ കയറി. ഭൂരിപക്ഷം പേര് നടുക്കും ബാക്കുമായിട്ടാണ് ഇരിക്കുക. ഫ്രണ്ടിലെ കസേര ഒഴിഞ്ഞെടുക്കുകയും കറി കയറി ഇരിക്കില്ല. ഓക്കെ, ഈ 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ മധ്യഭാഗത്തും ബാക്കിലും ഇരിക്കാനുള്ള പ്രവണതയെ കാണിക്കുള്ളൂ. പൊതുവില് ഡിഗ്രിയോ PG അല്ലെങ്കിൽ ഒരല്പം അധൈര്യമോ ഉള്ള ആളുകളാണെങ്കിൽ അവർ മുമ്പിൽ കയറിയിരിക്കും. അവര് പറയും ക്ലാസ് മനസ്സിലായില്ല എന്ന് പറയും. ഇവര് ചിലപ്പോ ഇവര് വിചാരിക്കുന്നത് എന്താണെന്നറിയോ, പലപ്പോഴും എല്ലാവരും ക്ലാസ് മനസ്സിലായി എന്നാണ് പറഞ്ഞത്. ഞാനിനി മനസ്സിലായില്ല എന്ന് പറയാൻ വിചാരം ധരിക്കണ്ട എന്ന് വിചാരിച്ചാൽ എഴുതാതിരിക്കും. അപ്പൊ ഫലത്തിൽ ടീച്ചർ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഈ ക്ലാസ്സിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഈ ക്ലാസ് മനസ്സിലായി ക്ലാസ് തെറ്റായ നിഗമനത്തിൽ ടീച്ചർ. അപ്പോ അതുകൊണ്ട് നിങ്ങളെ ക്ലാസ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയണം, ടീച്ചറെ എനിക്ക് ക്ലാസ് മനസ്സിലായിട്ടില്ല എന്ന് നിങ്ങൾ പറയാം. ക്ലാസ്സിനെ കുറിച്ച് വിമർശനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്റെ നമ്പറിലേക്ക് ഇടാം. എന്റെ നമ്പറിൽ രാത്രി ഒരു 11 മണി വരെ വിളിച്ചാൽ ഞാൻ അവൈലബിൾ ആയിരിക്കും. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ല നമ്പർ ഒന്ന് പറഞ്ഞു തരുമോ? നമ്പർ പറയാം. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങള് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുക. മെസ്സേജ് ഇട്ടാല് തൊട്ട് അടുത്ത നിമിഷം തന്നെ നിങ്ങൾക്ക് മറുപടി കിട്ടൂല. പക്ഷെ നിശ്ചയമായും നിങ്ങൾക്ക് മറുപടി കിട്ടിയിരിക്കും. അന്നല്ല എനിക്ക് പിറ്റേ ദിവസം രാവിലെക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളിട്ട കാര്യത്തിൽ മറുപടി കിട്ടിയിരിക്കും. ക്ലാസ്സുമായി ബന്ധപ്പെട്ട്, കോഴ്സുമായി ബന്ധപ്പെട്ട്, സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഫീസ് അടക്കാൻ പറ്റാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് പ്രശ്നമെങ്കിലും നിങ്ങൾക്ക് തന്നെ വിളിക്കാം. ഓക്കെ, എന്റെ നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം. 9235 700 300 9235 700 300 92 35. അത് ഓർത്ത് വെച്ചോ. 92 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ, 35 വയസ്സുള്ള ഈ അപ്പൂപ്പന്റെ മോള്. ഓക്കെ, 92 വയസ്സുള്ള അപ്പൂപ്പനും 35 വയസ്സുള്ള മോളും, 92 35. ഓക്കെ, അടുത്തത് 92 വയസ്സുള്ള 92 വയസ്സുള്ള മുത്തച്ഛൻ. പുള്ളിയാണ് ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്ന ആള് 700 നക്ഷത്രങ്ങൾ എണ്ണി. എത്ര? 700 നക്ഷത്രങ്ങൾ. 35 വയസ്സുള്ള മോള അതിനേക്കാളും കുറച്ചല്ലോ, 300 നക്ഷത്രങ്ങൾ എഴുതുള്ളൂ. 300 നക്ഷത്രം. 92 35 700 300. ഓക്കെ, മെമ്മറി ടെക്നിക്കാ. നിങ്ങൾക്കറിയോ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കോഴ്സ് ഉണ്ട്, അറിയാമോ? നിങ്ങൾക്ക് അറിയോ? നമ്മൾ വിചാരിക്കുന്നത് എന്നറിയോ, ഓർമ്മശക്തി എന്ന് പറയുന്നത് അങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന സാധനമില്ല. എന്താണ് ഓർമ്മശക്തി എന്ന് പറയുന്നത്? പോലെ നമ്മള് എന്ത്, നമ്മുടെ ഏത്തപ്പഴം മുഴുകിയത് മുട്ടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മസിൽസ് 6 പാക്കായി മാറും. പക്ഷെ തലച്ചോറിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല എന്താണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ തെറ്റാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു സെഷൻ വരും കേട്ടോ, മെമ്മറി ടെക്നിക്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും ഒരു ദിവസം കൂടി. നമുക്ക് ആ കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ നമ്പർ മറക്കൂല. 92 വയസ്സുള്ള മുത്തച്ഛൻ, അദ്ദേഹത്തിന്റെ മകള് 35 വയസ്സ്. 92 വയസ്സുള്ള മുത്തച്ഛൻ 700 നക്ഷത്രങ്ങളെ എണ്ണി. 35 വയസ്സുള്ള മകള് 300 നക്ഷത്രങ്ങളെ എണ്ണി. 92 35 700 300. അതാണ് എന്റെ നമ്പർ. ഓക്കെ, റൈറ്റ്. ഓക്കെ, അടുത്ത നമുക്ക് ഞാൻ ഈ കാര്യങ്ങൾ ഇത്ര വിശദമായി പറയുന്നത് എന്താണെന്ന് അറിയും. ഒറ്റ വാക്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പകുതി കാര്യങ്ങൾ പോകട്ടെ. ചില കാര്യങ്ങൾ ഇങ്ങനെ നീട്ടി പറഞ്ഞാല് നിങ്ങളുടെ ഉള്ളിൽ ആ കഥ കെടുക്കും. ഇനി നമ്പർ നിങ്ങൾ മറക്കൂല. എന്താണ്? 90 മറക്കാൻ തുടങ്ങുമ്പോഴേക്കും 92 വയസ്സുള്ള 30 മുത്തച്ഛൻ വലിയ ബുദ്ധി പിടിച്ചിങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അപ്പോ നിങ്ങളുടെ ഓർമ്മയിൽ സാധനം വരും. ഓക്കെ, റൈറ്റ്. അപ്പോ ശരി, അപ്പൊ അതിന്റെ അടുത്ത സെഷനിലോട്ട് പോകാം. അപ്പോ ക്ലാസ്സിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ടെക്നിക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇട്ടു തരും. അപ്പൊ അടുത്ത ചോദ്യം, അതെന്തിനാണ് സാറ് അങ്ങനെ ചെയ്യുന്നത്? സാറ് എന്തിനാണ് ഈ ബ്രോക്കറിന്റെ പണിയെടുക്കുന്നത്? ടീച്ചറിന്റെ ക്ലാസ് കൊള്ളൂലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ടീച്ചറിനോട് പറഞ്ഞാൽ പോരെ? ടീച്ചറിന്റെ നമ്പർ ഞങ്ങൾക്ക് തന്നാ പോരെ? ഒരു ചോദ്യം ഇല്ലേ?
ഈ കല്യാണം ആലോചിക്കുന്ന പോലെ ബ്രോക്കർ ആ വീട്ടിലത്തെ സന്ദേശം ഈ വീട്ടിൽ കൊണ്ടു കൊടുത്ത് അങ്ങനെ വേണോ? അതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല എന്ന് തോന്നാം. പക്ഷെ ടീച്ചർമാരുടെ ആരുടെയും നമ്പർ നിങ്ങൾക്ക് നേരിട്ട് തരുന്നതല്ല. എന്താ കാരണം? അതിനൊരു കാരണമുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് സംശയം രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യും. 1 മണിക്കൂറാണ് ക്ലാസ് എന്ന് പറഞ്ഞല്ലോ. 50 മിനിറ്റ്, ആദ്യത്തെ 50 മിനിറ്റ് നിങ്ങൾക്ക് മിണ്ടാനുള്ള അവസരമില്ല. ആദ്യത്തെ 50 മിനിറ്റ് നിങ്ങൾക്ക് മിണ്ടാനുള്ള അവസരമില്ല. ബ്രിട്ടീഷുകാർ ഭരിച്ച ഇന്ത്യ പോലെയാണ് ആദ്യത്തെ 50 മിനിറ്റ്. അത് കഴിഞ്ഞുള്ള 10 മിനിറ്റ് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയാണ്. അവസാനത്തെ 10 മിനിറ്റാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ, സംശയങ്ങൾ ചോദിക്കാൻ ഉള്ള അവസരം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി? ആദ്യത്തെ 50 മിനിറ്റ് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ പറ്റില്ല, മിണ്ടാതിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. സംശയങ്ങളുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അവസാനത്തെ 10 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം. ഇതാണ് സംശയം ചോദിക്കുന്നതിനുള്ള ഒരു മാർഗം. എല്ലാവരോടും ചോദിച്ചാൽ ഇത് ഓൺലൈനായതിന്റെ പേര് ചന്തയില് രണ്ടില് പോലെയാണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ നമ്മൾ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ്. പൊതുവായ നമ്മുടെ അധ്യയനം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നടത്തുന്നത്. രണ്ടാമത്തെ മാർഗം, അപ്പൊ ഒരു ചോദ്യം, നിങ്ങളിൽ ചില ആളുകളെങ്കിലും റെക്കോർഡ് ക്ലാസ് ആയിരിക്കും കാണും. റെക്കോർഡ് ക്ലാസ് മാത്രം കാണുന്ന ആളുകൾ എങ്ങനെയാണ് സംശയം ചോദിക്കുന്നത്? ആ സംശയം നിങ്ങൾ നേരെ എനിക്ക് അയക്കുക, വോയിസ് ആയിട്ട് അയക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് അയക്കുക. അയക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് പറയുക, ബാച്ച് ഏതാണെന്ന് പറയുക. 2024 ഡിസംബർ ബാച്ച് എന്ന് പറയുക. ഞാനിതാ ടീച്ചർക്ക് ഇട്ട് കൊടുക്കും. ടീച്ചർ സംശയം ക്ലാസ് റൂമിലും വിശദീകരിക്കും, നമുക്ക് വോയിസ് ആയിട്ട് ഇട്ടു, ഞാനത് നിങ്ങൾക്ക് ഇട്ടേ. ടീച്ചർമാരുടെ നമ്പർ തരാത്തതിനൊരു കാരണമുണ്ട്. അതെന്താന്ന് കൂടി ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 68,000 വിദ്യാർത്ഥികളാണ്. 68,000. തൊട്ടെണ്ണിയാലും വിരലൊടിഞ്ഞു പോകും. 68,000 പിള്ളേരാണ്. ഈ ടീച്ചർമാര് നമ്മുടെ ക്ലാസ്സില് നമ്മൾ ഹയർ ചെയ്യുന്ന സമയം 10:30 മുതൽ വൈകുന്നേരം 3 വരെ മാത്രമാണ്. ചില ടീച്ചർമാർ അവരുടെ സ്പേസിൽ നിന്ന് അവിടെ നിന്നാണ് ഓൺലൈൻ ക്ലാസ്സിൽ കയറുന്നത്. ഓക്കെ, 10:30 മുതൽ 3 വരെ മാത്രമാണ് അവർ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. അവര് വേറെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. പിന്നെ അവർക്ക് വീട്ടിൽ നിൽക്കുന്ന ദിവസ കാര്യങ്ങളില് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാനൊക്കെ ദിവസമായി നമ്മൾ ഈ നമ്പർ അവർക്ക് കൊടുത്താൽ ഈ 68,000 പേർക്ക് ഈ നമ്പർ കൊടുക്കേണ്ടതുണ്ട്. അതിൽ 10% പേര് എന്ന് വെച്ചാൽ 1,800 കോളാണ്. 1% എന്ന് വെച്ചാൽ 1% പേര് വിളിച്ചാൽ ഒരു ദിവസം 650 പേര് വിളിക്കുന്നു. 1/2% പേര് വിളിച്ചാലും 340 പേരുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവർ ഇരിക്കുന്നവരും ഒരു ദിവസം. അപ്പോ അത് പ്രായോഗികമല്ല. അതുകൊണ്ടാണ് ടീച്ചർമാരുടെ നമ്പറും ഞങ്ങൾ നിങ്ങൾക്ക് തരാം. ഓക്കെ, അതിനെ മനസ്സിലായല്ലോ? അപ്പൊ അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാം. രണ്ടാമത്തേത് ഈ ക്ലാസിന്റെ സെഷനെ സംബന്ധിച്ചിട്ടാണ്. ഈ ക്ലാസിന്റെ സെഷൻ ഡിപ്ലോമക്ക് 3, PGക്ക് 5 മൊഡ്യൂളുമാണ് ഞാൻ പറഞ്ഞത്. മോണ്ടിസോറി എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവങ്ങളിൽ കൂടി പഠിച്ചു വളരുന്ന ഒരു ബോധന ശാസ്ത്രമാണ്. അനുഭവങ്ങളിൽ കൂടിയാണ് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, പക്ഷെ ആദ്യത്തെ 2 മാസം നിങ്ങൾക്ക് തിയറി ക്ലാസ് ആയിരിക്കും പ്രധാനമാണ്. അത് പഠിച്ച് നിങ്ങൾ ആ പഠനത്തിന്റെ ഒരു ട്രാക്കിൽ എത്തണം. നിങ്ങൾ പലരും ഇതുപോലെ പഠനത്തിന് ട്രാക്ക് പൊട്ടിപ്പോയവരുണ്ടാവും. അവർ ആ ട്രാക്കിലോട്ട് വന്നതിന് ശേഷം മാത്രമാണ് പ്രൊഫഷണൽ ക്ലാസ്സുകൾ, നമ്മുടെ പ്രാക്ടിക്കൽ ഏരിയയും മറ്റുമൊക്കെ ആരംഭിക്കുക. ഓക്കെ, ആ കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ചെയ്യാൻ. മറ്റൊന്ന്, നിങ്ങളുടെ എക്സാം 3 മൊഡ്യൂളിൽ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും നിങ്ങൾക്കൊരു എക്സാം ഉണ്ടാവും. നിങ്ങൾക്ക് 2 തരത്തിലാണ് എക്സാം ഉണ്ടാകുന്നത്. ഒരു എക്സാം മോഡൽ എക്സാം ആയിരിക്കും. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി നടത്തുന്ന എക്സാം എന്ന് പറയുന്നത് മോഡൽ എക്സാം ആയിരിക്കും. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് നേരിട്ട് നടത്തുന്ന എക്സാം. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് കോഴ്സിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് എക്സാം നടത്തുന്നത് ആരാണ്? സർട്ടിഫിക്കേഷൻ കൗൺസിലർ. ദയവ് ചെയ്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് നടത്തുന്ന മെയിൻ എക്സാമിനകത്ത്
സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ ഇൻവിജിലേറ്റർമാർ ഷാഡോ ഇൻവിജിലേറ്റർമാരായിട്ടുണ്ടാകും. 3 സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ ആളുകൾ ഉണ്ടാവും അതിൽ. ഒന്ന് RSDC, രണ്ടാമത്തേത് SDC കാനഡ, മൂന്നാമത്തേത് CISM. ഈ 3 കൂട്ടുകാരുടെ ഉണ്ടാകും. അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം, നിങ്ങൾ തെറ്റായ ഒരു മാൽ പ്രാക്ടീസിലും ഒരാളും മുതിരരുത്. നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബെഡ്റൂമിലിരുന്ന് മുൻവശത്ത് ഇരുമ്പിന്റെ വാതില്, പുറകില് തേക്കിന്റെ വാതില് രണ്ടും അടച്ചു കുറ്റിയിട്ടാക്കണം. ബെഡ്റൂമിന്റെ വാതില് അടച്ചു കുറ്റിയിട്ടിരിക്കും. ആ കുറ്റിയിട്ട റൂമിൽ ഇരുന്ന് ഞാൻ ടെക്സ്റ്റ് ബുക്ക് പതുക്കെ ഒന്ന് തുറന്ന് വെച്ച് എഴുതിയാൽ ആര് കാണാനാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ആരും കാണൂല. നിങ്ങളുടെ മുമ്പിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, ക്യാമറ കാണും. എങ്ങനെയാ കാണണമെന്നറിയാം. നിങ്ങൾ ക്യാമറക്ക് പുറകിലായിരിക്കും ടെക്സ്റ്റോ എന്തെങ്കിലും കുറിപ്പോ ഒക്കെ എടുത്തു വെക്കുക. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നിങ്ങളുടെ എക്സാം വീഡിയോ അത് ലൈവ് സ്ട്രീമിംഗ് ആണ്, വീഡിയോ റെക്കോർഡാണ്. ആ വീഡിയോ പരിശോധിച്ചിട്ടാണ് സർട്ടിഫിക്കേഷൻ കൗൺസിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത്. നിങ്ങളുടെ മാനറിസത്തിൽ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ട, എക്സാം എഴുതുന്ന ഒരാൾ ഇങ്ങനെ ഇരുന്നിട്ടല്ലേ എഴുതുക. ആ നോർമൽ മോഡിൽ നിന്ന് പതുക്കെ മെഴിയൊന്ന് മാറി തലയൊന്ന് ചരിഞ്ഞു പണി വളർന്ന് അവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യൂല. നമ്മുടെ സ്ഥാപനത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു ചീത്തപ്പേര് നമ്മൾ കേൾപ്പിച്ചിട്ടില്ല. അപ്പോ ഈ ബാച്ചിലെ വിദ്യാർത്ഥികളോടും എന്റെ റിക്വസ്റ്റ് അതാണ്, ഒരു കാരണവശാലും അത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. ഓക്കെ, നമ്മള് ഇന്ന് മുതൽ ടീച്ചർമാരാകാൻ വേണ്ടിയിട്ട് മാറിക്കഴിയുന്നു മനസ്സുകൊണ്ട് നമ്മൾ ടീച്ചർമാരായി തുടങ്ങാണ്. നിങ്ങൾ ചിത്രശലഭത്തെ കണ്ടിട്ടില്ലേ? ഒരു പൂവിൽ നിന്ന് അടുത്ത പൂവിലേക്ക് തേനുകൾ ശേഖരിച്ച് അടുത്ത പൂവിൽ നിന്ന് പൂമ്പൊടിയും വേണ്ടി അടുത്ത പൂവിലേക്ക് മാറി ആയിരക്കണക്കിന് കണ്ണുകൾക്ക് ആനന്ദം പകരുന്ന, വർണ്ണം പകരുന്ന പൂത്തുമ്പികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയുണ്ടാകുന്നത്? ആദ്യം പൂത്തുമ്പിയായിട്ടാണ് വരുന്നത്? അല്ല, അതൊരു പുഴുവായി പ്യൂപ്പയായി കാലാന്തരങ്ങളോളം ഇങ്ങനെ കിടന്ന് ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ മാറിയ ഇന്ന് തുടങ്ങിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരീകരണം മാറേണ്ടതുണ്ട്, ഒരു മാറ്റം വരേണ്ടതുണ്ട്. ആ മാറ്റം നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. എന്ത്? ഐ ആം എ ടീച്ചർ. ഇടയ്ക്ക് നിങ്ങളെ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞോന്ന് ഐ ആം എ ടീച്ചർ. അങ്ങനെ നിങ്ങൾ ടീച്ചറായി സ്വയം മാറണം. അപ്പൊ അങ്ങനെ മാറുമ്പോൾ നിങ്ങളുടെ നടത്തത്തിൽ വ്യത്യാസം വരും, നോട്ടത്തിൽ വ്യത്യാസം വരും, സംസാരത്തിൽ വ്യത്യാസം വരും. അതൊക്കെ വരുത്താനുള്ള ആ ടെക്നിക്സ് ഒക്കെ ഇവിടെ നിന്ന് പറയൂട്ടാ. ഓക്കെ, ഞാൻ അത് ആ സെഷനോട്ട് പറയാം. അപ്പൊ എക്സാമിന്റെ കാര്യം ഇതാണ്. എക്സാമിന്റെ ഫീസ്, എക്സാം സമയത്ത് നിങ്ങൾ 1500 രൂപ എക്സാം ഫീസ് അടക്കണം. ഞങ്ങൾക്ക് ഈ ട്യൂഷൻ ഫീസ് അല്ലാതെ വേറൊരു ഫീസ് വേണ്ട. എക്സാം നടത്തുന്നതിന് വേണ്ടി സർട്ടിഫിക്കേഷൻ കൗൺസിൽ എടുക്കുന്ന ഫീസാണ് 1500 എന്ന് പറയുന്നത്. ഓക്കെ, ഇതുകൂടാതെ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് പോകാൻ വേണ്ടി ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റ് കൂടിയിട്ടുണ്ട്. അത് SDC കാനഡയുടെ സർട്ടിഫിക്കറ്റ് ആണ്. അതിന് എക്സ്ട്രാ 1600 രൂപയുണ്ട്. എക്സ്ട്രാ 1600 രൂപയുണ്ട് കേട്ടോ, 1600 രൂപ. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യം. അടുത്ത ഒരു സെഷൻ എന്ന് പറയുന്നത് എക്സാമിന്റെ കാര്യം പറഞ്ഞു. അടുത്തത് ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇന്റേൺഷിപ്പ് നിശ്ചയമായും നിങ്ങൾ ഇന്റേൺഷിപ്പ് നേടണം. എങ്ങനെയാണ് നിങ്ങൾ ഇന്റേൺഷിപ്പ് നേടേണ്ടത്? നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്കൂളിനകത്ത് ഈ കോഴ്സ് കഴിഞ്ഞാൽ 4 തരത്തിലുള്ള സ്കൂളുകളിലാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുക. ഒന്ന് CBSE സ്കൂൾ, ICSE സ്കൂളുകൾ, CBSE സ്കൂളുകൾ, ICSE സ്കൂളുകൾ, പ്രൈവറ്റ് സ്കൂളുകൾ, വേറെയുള്ള ചില പ്രൈവറ്റ് സ്കൂളുകൾ. ഈ സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് ജോലി. ഇതുകൂടാതെ സ്വന്തമായി നിങ്ങൾക്ക് ഒരു ബിസിനസ്, ഒരു സംരംഭം എന്നുള്ള തരത്തിൽ പ്ലേ ക്ലാസും ഡേ കെയർ, KG സെഷൻ ഇത് തുടങ്ങുന്നതിന് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് മാത്രം മതി. നമ്മുടെ സർട്ടിഫിക്കറ്റ് 2 സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി RSDCയുടെ സർട്ടിഫിക്കറ്റ് ആണ്, റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി.
5 ഫീച്ചറുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡിയാണ്. 2 ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ്. 3-മത്തേത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. 4 മോഫ അറ്റസ്റ്റേഷൻ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്. 5-മത്തേത് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയ സർട്ടിഫിക്കറ്റ്. 6-മത്തേത് ISO സർട്ടിഫിക്കേഷൻ. ഈ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ. ഇതുകൂടാതെ നിങ്ങൾക്ക് വിദേശത്തേക്ക് ജോലി നോക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ട്. അത് SDC കാനഡ, സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് കാനഡയുടെ സർട്ടിഫിക്കറ്റ് ആണ്. SDC കാനഡ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റോ ഇന്റേൺഷിപ്പ് എടുക്കാൻ വേണ്ടി ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് എടുക്കാം. കോഴ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 6-7 മാസമൊക്കെ കഴിയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് പോകാം. അങ്ങനെ പോയൊരു ഗുണമുണ്ട്, സമയം നിങ്ങൾക്ക് ലാഭിക്കാം. കോഴ്സ് കഴിയാതെ നിൽക്കണ്ടാവും. ഓക്കെ. ഇന്റേൺഷിപ്പ് കിട്ടും. ഇന്റേൺഷിപ്പിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ ചെന്ന് സംസാരിച്ചാൽ ഇന്റേൺഷിപ്പിന് അവര് ജോലിക്ക് ഇത് കയറ്റും, ഇന്റേൺഷിപ്പിന് കയറ്റും. അതിനുവേണ്ടി നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ വേണം. അത് നിങ്ങളൊരു വെള്ള പേപ്പർ അപേക്ഷ എഴുതി അയച്ചാൽ ആ അക്കൗണ്ട് സെക്ഷൻ ആൾക്കാരെ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനായിട്ട് കണക്ട് ചെയ്യിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന്റെ ലെറ്റർ തരും. അതിന് 50 രൂപ ഫീസ് അടക്കാൻ വേണ്ടി. ആ ഓഫർ ലെറ്റർ നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിൽ അവിടെ കയറാൻ പറ്റുന്നത്. ഓക്കെ. എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു ID കാർഡ് ഉണ്ട്. ഇപ്പൊ ID കാർഡിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക്. പക്ഷെ മെയിൻ എക്സാം എഴുതുമ്പോൾ ഒരു 100 രൂപ ഈ എക്സാം ഫീസിനൊപ്പം കൂടുതലായിട്ട് അടക്കണം. ആ ID കാർഡ് കൂടി നിങ്ങൾ അതിനോടൊപ്പം അറ്റാച്ച് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ എക്സാമിനേഷന്റെ എന്തെങ്കിലും വരികയുള്ളൂ. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമികമായി പറയാനുള്ളത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ 1 മണിക്കൂറായി നിങ്ങളോട് സംസാരിക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ചോദിച്ചു തുടങ്ങാം. ഒരു മിനിറ്റ് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാണ്. സംശയങ്ങളൊക്കെ എല്ലാവരും എഴുതി തയ്യാറാക്കി വെക്കുക. ഓരോരുത്തരായിട്ടായിരിക്കണം സംശയങ്ങൾ ചോദിക്കേണ്ടത്. സംശയം ചോദിക്കുമ്പോൾ ആദ്യം പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുക. പരിചയപ്പെടുത്തതിനു ശേഷം മാത്രം ചോദിക്കുക. ഓക്കെ. 1 മിനിറ്റ് ബ്രേക്ക്. ശരി, നമുക്ക് തിരിച്ചു വരാം. സർ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ശരി, നമുക്ക് അപ്പോ കടക്കാം. ഡോക്ടർ ഇതിനോട് കടക്കാം. ചോദിച്ചോളൂ. സർ, നമുക്ക് ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് എവിടെയാ സർ അറേഞ്ച് ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ സ്മാർട്ട് ശ്രീ തന്നെ അറേഞ്ച് ചെയ്യുവാണോ, അതോ ദിസ് ഇസ് അറേഞ്ച് ബൈ എനി അതർ ട്രെയിനിങ് സെന്റർ? ഓക്കെ, പറയാം. ആരായിരുന്നു ചോദിച്ചത്? സേറ സർ. പേരെന്തായിരുന്നു? സേറ. നമുക്ക് പ്രാക്ടിക്കൽ ഏരിയ എന്ന് പറഞ്ഞല്ലോ. പ്രാക്ടിക്കൽ ഏരിയ നമുക്ക് പ്രാക്ടിക്കൽ ഏരിയയില്
നമ്മൾ പൊതുവിൽ ചെയ്തു വരുന്ന രീതി എന്ന് പറയുന്നത്, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള അപ്പാരൽസ് ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. ആ സ്റ്റഡി മെറ്റീരിയൽ ഓൺലൈനായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണോട്ടാ പോയത്. ഓൺലൈൻ വഴി നിങ്ങളെ ക്യാമറ വഴി തന്നെ നിങ്ങളെ ഈ കാര്യങ്ങൾ പരിചയപ്പെടുത്തും. കുറെ സ്റ്റഡി മെറ്റീരിയൽസ്, കുറെ പ്രാക്ടിക്കൽ ഏരിയാസ് നിങ്ങളെ കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിക്കുന്നുണ്ട്. ടീച്ചർമാര് നിങ്ങളെ കൊണ്ട് തന്നെയാണ് അതിന്റെ മേക്കിംഗ് ചെയ്യിപ്പിക്കുന്നത്. അതിന് ഓരോ ദിവസവും ഓരോരോ പ്രൊജക്ടുകളുണ്ട്. ആ പ്രൊജക്ടുകളും റെക്കോർഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ആ റെക്കോർഡുകളും പ്രൊജക്ടുകളും ചെയ്യുന്നതിന് ടീച്ചർമാരൊരു സമയം പറയുമെങ്കിലും നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് ആ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല. പക്ഷെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോ പ്രാക്ടിക്കൽ ഏരിയയിലുള്ള ഓരോ അപ്പാരൽസും നിങ്ങളെ പരിചയപ്പെടുത്തും. പക്ഷെ പ്രാക്ടിക്കലി നിങ്ങൾക്ക് തൊട്ട് അറിയാനോ കണ്ടറിയാനോ പറ്റൂല. നമ്മുടെ ക്ലാസ്സിനകത്തുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ പാറശാല മുതൽ മഞ്ചേശ്വരം വരെ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ഗ്രാമാന്തരങ്ങളിലുള്ള വിദ്യാർത്ഥികളൊക്കെ കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികളാണ് ഈ കോഴ്സുകൾ പഠിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ പ്രാക്ടിക്കൽ ഏരിയ സെഷൻ നടപ്പാക്കുന്നത് നമുക്ക് സാധിക്കില്ല. അതിന് പ്രായോഗികമായ പരിമിതിയുണ്ട്. അതുകൊണ്ട് ഒരു മാർഗം നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് കൂടാതെ ഒരു ദിവസം നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഒരു ദിവസം നിങ്ങളുടെ ബാച്ചുകാർക്ക് വേണ്ടി മാത്രം ഒരൊറ്റ ദിവസം മാത്രമായി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറവൂർ, എറണാകുളം ജില്ല നോർത്ത് പറവൂരിലാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രമുണ്ടോ? ഇതൊന്നും നിർബന്ധമുള്ള കാര്യങ്ങളല്ല. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം വരാം. ഒറ്റ ദിവസത്തെ ഒരു പ്രാക്ടിക്കൽ ഏരിയ സെഷൻ നമുക്ക് എടുക്കാം. ഇപ്പൊ നിലവിലുള്ള ബാച്ചുകാരിൽ 2-3 പേര് അങ്ങനെ എടുത്തിട്ട് പോയി, 2-3 പേര് അങ്ങനെ എടുക്കില്ല, രണ്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. അടുത്തത് പറയൂ. താങ്ക് യു സോ മച്ച് സർ. ഒരു കാര്യം ഞാൻ വിട്ടുപോയ കാര്യം പറഞ്ഞോട്ടേടാ. ഈ ഇന്റേൺഷിപ്പ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് ഇന്റേൺഷിപ്പ് നിർബന്ധമില്ല. ഞാൻ നിശ്ചയമായും തീർത്ത് പറയാം, സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇന്റേൺഷിപ്പ് നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ ടീച്ചിങ് എന്ന് പറയുന്ന അനുഭവ പാഠത്തിൽ കൂടി നിശ്ചയമായും കടന്നു പോയിരിക്കണം, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. 2 ഗുണങ്ങളുണ്ട് ഇന്റേൺഷിപ്പിന് പോകുന്നത് കൊണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഒരു അനുഭവം കിട്ടി, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ പഠിച്ച കാര്യങ്ങളിലേ ഉള്ളൂ. അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം അവിടെയാണ്. ഓക്കെ, അതവിടെ കിട്ടി. രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഇന്റേൺഷിപ്പിൽ നിങ്ങൾ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ അവിടെ ഇഷ്ടപ്പെട്ട് അവിടെ വെച്ച് നിങ്ങൾക്ക് ജോലി കിട്ടിയേക്കാം. അങ്ങനെ ജോലി കിട്ടിയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ട്. ഓക്കെ, ഈ 2 ഗുണങ്ങൾ ഇന്റേൺഷിപ്പിനുണ്ട്. അപ്പോ ഇന്റേൺഷിപ്പ് പ്രധാനമാണ്. ഇന്റേൺഷിപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം, വനിതാ മാസികയിൽ നമ്മൾ ചിക്കൻ കറി വേണ്ടിട്ട് പഠിക്കും ഇല്ലേ? ചിക്കൻ 1/2 കപ്പ്, ഇഞ്ചി 200 ഗ്രാം, സവാള 1/2 കിലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി വായിച്ച് നമ്മൾ വിചാരിക്കുന്നത് ചിക്കൻ കറി വെക്കാൻ പഠിച്ചെന്നാണ്. ചീനക്കരി സവാള ഇട്ട് വഴറ്റുമ്പോഴാണ്, ഒണിയൻ സോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നം. എവിടെ വരെ സോട്ട് ചെയ്യണം, സിമ്പിളിടണോ ഫുള്ളിലിടണോ, കൺഫ്യൂഷൻ. മുളക് പൊടി എപ്പിടണം, കൺഫ്യൂഷൻ. മല്ലിപ്പൊടി എപ്പിടണം, മുളക് വട്ടം പൊളിക്കണോ നീളം പൊളിക്കണോ, ചോപ്പ് ചെയ്യണോ സ്ലൈസ് ചെയ്യണോ, കൺഫ്യൂഷൻ. ഇത് പഠിച്ചിട്ട് ഇന്റേൺഷിപ്പ് എടുത്തിട്ടുള്ള പ്രശ്നം ഞാൻ ഈ പറഞ്ഞത്. ചിക്കൻ കറി കൊള്ളാന്നാവും. അതുപോലെ അപ്പോ ആദ്യം നമ്മൾ ചിക്കൻ കറി വെച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ വനിതയിൽ നോക്കി പഠിക്കുക. ഒരു തവണ നമ്മളൊന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറെ ഐഡിയ കിട്ടി. ഇത് ഇത്രയും വേണ്ടിയിരുന്നില്ല, പച്ചമുളക് ഇങ്ങനെ അല്ലായിരുന്നു, ഇത്ര കളർ വന്ന വരെയായിരുന്നു സവാള മൂപ്പിക്കേണ്ടത്, ചിക്കൻ ഇത്ര വെന്താ മതി, കുറെ കാര്യങ്ങളായി അനുഭവത്തിൽ കിട്ടി. ആ അനുഭവപാഠം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റേൺഷിപ്പ് നിർബന്ധമായും ചെയ്യണം. പക്ഷെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമേ അല്ലാതെ. സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇന്റേൺഷിപ്പ് ചെയ്യണ്ട, എക്സാം പഠിച്ച് പാസ്സായാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ശരി, യെസ് സർ, താങ്ക് യു സർ. ഇന്റേൺഷിപ്പ് എത്ര? ഇന്റേൺഷിപ്പ് 2 മാസം മുതൽ 3 മാസം വരെ ചെയ്യാം. സിറ്റുവേഷൻ, നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാം. മിനിമം 2 മാസം ചെയ്യുന്നത് ഉചിതമാണ്. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടും. ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്ത ആരാണുള്ളത്? ഈ ബാച്ചിൽ ആർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയിട്ടില്ല സർ.
ഇല്ല. കിട്ടിയിട്ടില്ല. ഒരു സെക്കൻഡ്. ഡിസംബർ മാസമല്ലേ? ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം നിങ്ങൾ തന്നെ പരിഹരിക്കാനുള്ള ഇടപാട് ചെയ്യാട്ടോ. നിങ്ങളെ വിളിക്കും അവിടുന്ന്. പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സെക്ഷനിൽ നിന്നേ ഇന്ന് തന്നെ വിളിക്കും. അതിനുള്ള സംവിധാനം ചെയ്യാം. ഓക്കെ. ഏജ് ലിമിറ്റ് ഉണ്ടോ സർ? ഏജ് ലിമിറ്റ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ ഈ കോഴ്സിന് ഒരു കാര്യം ഞാൻ പറയുന്ന ഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ കോഴ്സിനകത്ത് എക്സ്ക്യൂസ് മി സർ, സംബഡി ഈസ് മ്യൂട്ട്. അവര് ശരിക്കും കേൾക്കുന്നില്ല. എല്ലാവരും മ്യൂട്ട് ചെയ്തേ എവരിബഡി മ്യൂട്ട്. പിന്നെ പറഞ്ഞു വന്ന പോയിന്റ് എവിടെയായിരുന്നു? ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞു. അടുത്ത സെഷൻ ഏതാണ് ഞാൻ പറഞ്ഞു വന്നത്? ഏജ് ലിമിറ്റിനകത്തെ 45-46 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ കോഴ്സ് ചെയ്യാം. അതിന് തടസ്സമില്ല. പ്രായം ഇതിനകത്തൊരു തടസ്സം പറയുന്നില്ല. നിങ്ങളുടെ പെർഫോമൻസ് ആണ് പ്രധാനം. നിങ്ങൾ എങ്ങനെ ക്ലാസ് എടുക്കുന്നു എന്നുള്ളിടത്താണ് നിങ്ങൾ ഇതിനകത്ത് വിജയിക്കുമോ ഇല്ലയോ എന്ന് പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ വിദേശത്തേക്കൊക്കെ പോകുന്ന ആളുകൾ നമ്മളത്തെ 62 വയസ്സിൽ പഠിക്കാൻ വന്നിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെന്ന്. 62 വയസ്സിൽ പഠിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ജോലി ഒന്നും കിട്ടാത്ത സ്വന്തമായി ഡേ കെയർ തുടങ്ങാനും പ്ലേ ക്ലാസ് തുടങ്ങാനൊക്കെ ഈ കോഴ്സ് പഠിച്ച സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു കാര്യം ഞാൻ നിശ്ചയമായും നിങ്ങളോട് പറയാട്ടോ, വലിയ വരുമാന മാർഗമാണ് അത്. വലിയ വരുമാന മാർഗം പ്ലേ ക്ലാസ് തുടങ്ങാനും പിന്നെ ഡേ കെയർ തുടങ്ങാനൊക്കെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ടേ വലിയ വരുമാന മാർഗം ഉണ്ടാക്കുന്ന കേരളത്തിന്റെ പുതിയൊരു സാമൂഹിക സാഹചര്യത്തിൽ വലിയ സാധ്യതയാണത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അതിനൊന്നും ഒരു ഏജ് ലിമിറ്റിന്റെ ഒരു പ്രശ്നമേ വരുന്നില്ല കേട്ടോ. റൈറ്റ്. അടുത്തത് ഞാൻ അഖിലയാണ്. എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചേർന്നത് ഡിഗ്രി ലെവലിലുള്ളതായിരുന്നു. അപ്പോ അതിന് 12,000 എന്ന് പറഞ്ഞു. അപ്പം എക്സാമിനും ID കാർഡിനും ഉറക്കെ സംസാരിക്കാമോ? Can you speak loudly? ഓക്കെ സർ. ഓക്കെ സാർ, ഇപ്പൊ നമ്മൾ ഫിക്സഡ് എമൗണ്ട് ആയിട്ട് 12,000 രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ എക്സാമിനും ID കാർഡിനും അതിന് പുറമെ നമ്മൾ ക്യാഷ് അടയ്ക്കണമെന്നാണ്? അതെ. എക്സാം ഫീസ് ഞാൻ പറയാം. ഞാൻ ഈ പറഞ്ഞ 12,000 രൂപ PG കോഴ്സിന്റെ 12,000 രൂപ 12,000 റുപ്പീസ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസും രജിസ്ട്രേഷൻ ഫീസും മാത്രം ചേർന്ന ഫീസാണ്. ഓക്കെ. എക്സാം ഫീസ് എക്സ്ട്രാ അടക്കണം. ID കാർഡിന്റെ പൈസയും എക്സ്ട്രാ അടക്കണം. ഓക്കെ. ഞാൻ പറഞ്ഞോട്ടേട്ടാ. അപ്പൊ നിങ്ങൾക്കൊരു ആശങ്ക. അപ്പോ അങ്ങനെ പിന്നെ ഈ ഫീസൊക്കെ കൂടി ഒരുമിച്ച് പറഞ്ഞാൽ പോരെന്നാ. നമ്മുടെ സ്ഥാപനം എടുക്കുന്ന പൈസയാണ് ഞങ്ങൾ പറഞ്ഞ 12,000 റുപ്പീസ്. അതിൽ രജിസ്ട്രേഷൻ ഫീസ് കഴിഞ്ഞിട്ട് ബാക്കി 11,000 റുപ്പീസ് ട്യൂട്ടോറിയൽ ഫീസ്. ബാക്കിയുള്ള അതാത് അതോറിറ്റീസിന് അടക്കേണ്ട ഫീസുകളാണ്. പല സ്ഥാപനങ്ങളും ഇപ്പോ കഴിഞ്ഞ ആഴ്ചയിലോട്ട് കുട്ടി ചോദിച്ചു, സാറ് സ്റ്റഡി മെറ്റീരിയൽ ഞങ്ങൾക്ക് സൗജന്യമായി തന്നൂടെ? ബാക്കിയുള്ള എല്ലാ സ്ഥാപനങ്ങളും സ്റ്റഡി മെറ്റീരിയൽ, അതായത് സ്റ്റഡി മെറ്റീരിയൽ മീൻസ് ടെക്സ്റ്റ് ബുക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ എന്നാ പറയുന്നത്. സൗജന്യമായി കൊടുക്കുമ്പോൾ നമ്മൾ ഈ കോഴ്സിന്റെ ഫീസ് കൂട്ടുന്നത് അവര് 30,000, 32,000, 40,000 രൂപ മേടിച്ചിട്ട് 1,000 രൂപയും 1,200 രൂപയും 800 രൂപയും ടെക്സ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കണം. കൊള്ള ലാഭമാണ് മേഖലയിൽ ഉണ്ടാക്കുന്നത്. നമ്മളങ്ങനെ കൊള്ള ലാഭം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളുള്ള കാര്യം തുറന്ന് പറഞ്ഞുകൊണ്ട് മ്യൂട്ട് ചെയ്തേ. അപ്പോ നമ്മൾ അങ്ങനെ ഒരു ലാഭാധിഷ്ഠിത സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലാതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 5 വർഷമായിട്ട് ഈ സ്ഥാപനത്തിനോടൊപ്പം ഇതിന്റെ മാനേജിംഗ് നിൽക്കാറ്. ഞാനൊരു കോപ്പറേറ്റീവ് ബാങ്കിനകത്ത് ബ്രാഞ്ച് മാനേജറാണ്. ഞാൻ ആ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് നിൽക്കുന്നത്. എന്റെ ഒപ്പമുള്ള മുഴുവൻ ആളുകളും ഞങ്ങളെല്ലാവരും തന്നെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ആളുകളാണ്. പഠിക്കാൻ പണമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞു വന്നിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞൊരു ഫീസിനകത്ത് നമ്മൾ ഈ കോഴ്സ് നിശ്ചയിച്ചുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഏറ്റവും സാധാരണക്കാര് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണ് നമ്മൾ ഇങ്ങനെ കോഴ്സ് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ രാത്രിയിൽ ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പൈക്കപ്പലേറി കടന്നു വന്ന പരദേശി പരുഷകൾ ചവച്ചു തുപ്പി ചണ്ടിയാക്കിയ ഭാരതാംബയെ രക്ഷിക്കണമെങ്കിൽ ഞങ്ങൾ ആരെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്?
ഗാന്ധിജി പറയുന്ന ഒരു മറുപടിയുണ്ട്, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മറുപടി. ആ മറുപടി ഇതായിരുന്നു, യു ആർ ഫോക്കസിങ് ഓൺ ദ പുവർ ഓഫ് ദ പുവറസ്റ്റ്. നിങ്ങള് ഫോക്കസ് ചെയ്യേണ്ടത് ആരെയാണെന്നറിയോ? ദരിദ്രനാരായണന്മാരിൽ ദരിദ്രനാരായണനായ ഒരാളെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് വേണം ഇന്ത്യയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നയം രൂപപ്പെടുത്താൻ. ജവഹർലാൽ നെഹ്റുവിനോട് പറഞ്ഞതാ. ഞങ്ങളത് അക്ഷരാർത്ഥത്തിൽ പിന്തുടരുന്ന ആളുകളാണ്. ഞങ്ങളൊരു കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ നാട്ടിൽ പഠിക്കാൻ സാഹചര്യമില്ലാത്ത, സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന അവസാന മനുഷ്യന്റെ മുഖം ഉള്ളിലോർത്തുകൊണ്ട് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഫീസ് സ്ട്രക്ചർ ആയിരിക്കും. ആ ഫീസ് സ്ട്രക്ചറിന് പുറമെയാണ് ഈ ചെറിയ ഫീസുകൾ കൂടി അടക്കേണ്ടത്. ഇതല്ലാതെ ഒരു രൂപ നിങ്ങൾ അടക്കേണ്ടി വരില്ല കേട്ടോ. റൈറ്റ്, അടുത്ത ടെക്സ്റ്റ് ബുക്കിന് വേണ്ടല്ലോ സാറേ? ടെക്സ്റ്റ് ബുക്കിന് പൈസയുണ്ട്. എത്രയാണെന്ന് പ്രിന്റിംഗ് ആൻഡ് പബ്ലിക് സെക്ഷനിൽ നിന്ന് പറയും. എന്റെ ഓർമ്മ 1000 ചില രൂപയാണ്, 1500 താഴെയാണ് ഞാൻ ഓർക്കുന്നത്. ഓക്കെ. ഈ ഒരു ഇയറിന് മൊത്തത്തിലുള്ള ടെസ്റ്റ് അല്ലേ കിട്ടുക? അതെ. നമ്മളിപ്പോ ഫസ്റ്റ് ഇന്റേൺഷിപ്പിന് വേണ്ടിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് അഥവാ നമുക്ക് ആ സാഹചര്യത്തിൽ ആരാണത് ഇത്ര ദുർബലമായ ശബ്ദത്തിൽ? അല്പം കൂടി ഉറക്കെ സംസാരിക്കും. ആരായിരുന്നു? ജ്യോതിലക്ഷ്മിയാണോ? ഇല്ല, ആരാണ് സംസാരിച്ചത്? ചോദിച്ചോളൂ. കണ്ടോ, അതെ, പുറകോട്ട് പോകാനുള്ള പ്രവണത. പുറകോട്ട് പോകല്ലേ, നിങ്ങൾ ടീച്ചർമാരാണ്, കടന്നു വരൂ. ആരാണ് പേര് പറയൂ. ദിൽന പറയൂ. സാർ നമ്മൾ ഫസ്റ്റ് ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തിട്ട് അഥവാ നമുക്ക് ആ നിങ്ങളുടെ വോയിസ് കേൾക്കുന്നില്ല. ഇതൊന്ന് ഡൗട്ട് ടൈപ്പ് ചെയ്തിട്ട്. ദിൽനയുടെ വോയിസ് കേൾക്കുന്നില്ല. ദിൽന ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? മെസ്സേജ് ആയിട്ട് ഇടാമോ? സംശയം. ഓക്കെ, അപ്പോഴേക്കും അടുത്ത ആൾ ചോദിച്ചോളൂ. സാർ, എന്റെ പേര് അമൃത. ഞാൻ ഫസ്റ്റ് എനിക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഡെയിലി ക്ലാസ് ആണ് ഉണ്ടാവുക, 10:30 ഉണ്ടാവുക? തിങ്കൾ മുതൽ വെള്ളി വരെ 10:30 മുതൽ 11:30 വരെ ആയിരിക്കും ക്ലാസ്സുകൾ. ഓക്കെ സാർ, അന്നേരം റെക്കോർഡഡ് ക്ലാസ് എല്ലാത്തിനും അവൈലബിൾ ആയിരിക്കും? റെക്കോർഡ് ക്ലാസ് ഞാൻ പറയാൻ വിട്ടുപോയത്. നിങ്ങളുടെ ലൈവ് ക്ലാസ് 10:30 മുതൽ 11:30 വരെ. ആ സമയത്ത് ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത ഒരാളും ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങളുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് പഠിക്കാൻ വേണ്ടി തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടും. പക്ഷേ ഇന്നത്തെ റെക്കോർഡ് ക്ലാസ് ഇന്ന് തന്നെ കിട്ടില്ല. ഇന്നിപ്പോ തിങ്കളാഴ്ച. ഇന്നത്തെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുക തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഉച്ചക്ക് 2 മണിക്ക് മുമ്പായിരിക്കും. ഓരോ ലൈവ് ക്ലാസിന്റെയും റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുക തൊട്ടടുത്ത ദിവസം എപ്പോഴായിരിക്കും? ഉച്ചക്ക് 2 മണിക്ക് മുമ്പായിരിക്കും. ഓക്കെ സർ, താങ്ക് യു. അപ്പൊ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് കിട്ടൂല? ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് കിട്ടിയിട്ടില്ല. ശനിയാഴ്ച കഴിഞ്ഞത്. ശനിയാഴ്ചത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഇന്നലെ ഞായറാഴ്ച വർക്കിംഗ് ഡേ അല്ല, ഇന്നാണ് അടുത്ത വർക്കിംഗ് ഡേ. ഇന്ന് ഉച്ചക്ക് 2 മണിക്ക് മുമ്പ് കിട്ടും. അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അടുത്തത് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുന്നതിന് വൈവായ എക്സാം ഉണ്ട്. എക്സാം സമയത്തായിരിക്കും. അതിനുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങളുടെ ടെക്നിക്കൽ ടീമിൽ നിന്ന് നിങ്ങളെ കണക്ട് ചെയ്യുന്നതാണ്. ആ കാര്യങ്ങൾ ആലോചിച്ച് ആരും ആശങ്കപ്പെടുകയേ വേണ്ട. ഫഹീഷ് കേട്ടോ. റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുന്നതിന് ചില രീതികളുണ്ട്, അവര് പറഞ്ഞു തരും. റൈറ്റ്, അടുത്തത് സർ, നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എബ്രോഡിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇന്റർവ്യൂസ് ഒക്കെ അറേഞ്ച് ചെയ്ത് തരുമോ, അതോ ഞങ്ങൾ തന്നെ ഇന്റർവ്യൂ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കണോ? മനസ്സിലായി, ഞാൻ പറയാം. പ്ലേസ്മെന്റിനെ സംബന്ധിച്ചിട്ട് ഞാൻ പറയാം. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് 3 രീതിയിലാണ് പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒന്നാമത്തേത് കേരളത്തിലെ മുഴുവൻ CBSE, ICSE, പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂളുകൾ, ആ സ്കൂളുകളുടെ ഡാറ്റാസ് നിങ്ങൾക്ക് തരും. അവിടുത്തെ ഫോൺ നമ്പർ, മെയിൽ ID, HR ഡിപ്പാർട്ട്മെന്റിന്റെ ഡാറ്റ, ഇതെല്ലാം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ വീടിനടുത്ത്
നിങ്ങൾക്ക് റീച്ചബിൾ ആയിട്ടുള്ള സ്ഥലത്ത്, സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അവിടെ വേക്കൻസി വരുന്ന മുറക്ക് നിങ്ങളെ വിളിക്കും. അതാണ് ഒരു ഭാഗം. രണ്ടാമത്തേത്, നമ്മുടെ സ്ഥാപനത്തിൽ കുറെ സ്കൂളുകാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും, സ്റ്റുഡൻസ് ഉണ്ടോ, വേക്കൻസി ഉണ്ട് എന്ന് പറയുമ്പോൾ ആ വേക്കൻസി ഞങ്ങൾ നിങ്ങൾക്ക് ഇട്ടുതരും. അപ്പോ സൗകര്യപ്രദമായിട്ടുള്ള ആളുകൾക്ക് അവിടെ അപേക്ഷിക്കാം. ആ സെഷനിലാണ് ഈ അബ്രോഡുള്ള ചില സ്ഥാപനങ്ങളിൽ നിന്നുള്ളത് വരുന്നത്. മൂന്നാമത്തേത്, നമ്മുടെ ഒരു പ്ലേസ്മെന്റ് സെല്ല് സ്വന്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്ലേസ്മെന്റ് സെല്ല് ഓരോ സ്കൂളുകളിലും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വേക്കൻസി വരുന്നതിനെ സംബന്ധിച്ച്. ആ വേക്കൻസി വരുന്ന മുറക്ക് നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഇതിട്ട് തരും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഈ വേക്കൻസിയിൽ അറിയിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത് ആരാണ്? നിങ്ങളാണ്. പെർഫോം ചെയ്യുന്നത് ആരാണ്? നിങ്ങളാണ്. ഇന്റർവ്യൂവിൽ നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഒരുപാട് തൊഴിലവസരങ്ങൾ ഈ മേഖലക്കകത്തുണ്ട്. അപ്പോ എബ്രോഡുള്ള സ്കൂളുകളിൽ ഉൾപ്പെടെ ഉള്ള നമുക്ക് അവൈലബിൾ ആകുന്ന സാധനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. അടുത്ത ചോദ്യം. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, താങ്ക് യു. റൈറ്റ്, നെക്സ്റ്റ് വൺ. നെക്സ്റ്റ്. ഹലോ സാർ, എന്റെ പേര് അരുണിമ. നമുക്ക് 5 റെക്കോർഡ് ഉണ്ടല്ലോ. അപ്പൊ ഈ 5 റെക്കോർഡ് നമുക്ക് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുകയാണോ ചെയ്യുന്നത്, അതോ നമ്മൾ സെപ്പറേറ്റ് മേടിക്കുകയാണോ ചെയ്യേണ്ടത്? 5 റെക്കോർഡ് മേടിക്കണം. നമ്മൾ മേടിക്കുക ചെയ്യേണ്ടത്? അതെ അതെ, ആ ടീച്ചർമാര് പറയും. ഓക്കെ സാർ, താങ്ക് യു. യെസ്, അടുത്തത്. സാർ, അപ്പൊ ഈ റെക്കോർഡ്സ് ഒക്കെ എങ്ങനെയായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ? ടെക്നിക്കൽ ടീമിൽ നിന്ന് നിങ്ങളെ വിളിക്കും, അവര് പറഞ്ഞുതരും. അതേക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടോ. വൈവ എക്സാം ഉണ്ടാവും നിങ്ങൾക്ക്, അതുകൊണ്ടാണ് അത് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. ഇവിടെ മോണ്ടിസോറി പഠിപ്പിക്കുന്ന ആളുകളുണ്ട്, റെക്കോർഡൊന്നും ഇല്ലാതെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അറിയോ നിങ്ങൾക്ക്? റെക്കോർഡൊന്നും എഴുതണ്ട, പ്രാക്ടിക്കൽ ഏരിയ ഒന്നും ചെയ്യണ്ട. ഇത് ചെയ്യാതെ മോണ്ടിസോറിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വനിതയില് വായിച്ചു പഠിച്ച ചിക്കൻ കറി വായിച്ചു പഠിച്ചവരെ പോലെ ആവുന്നത്, പണി അറിയാൻ പറ്റൂല. ഓക്കെ, റൈറ്റ്. അടുത്തത് ദിൽനയുടെ സംശയം വന്നില്ലല്ലോ. സാർ, പിന്നെ നമ്മളിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന 2 മാസം എവിടെയായിരിക്കും? പുറത്തായിരിക്കും? ഇങ്ങനെ ഏത് ഡിസ്ട്രിക്റ്റാന്ന് പറയാൻ പറ്റുമോ? ദിൽന, എനിക്ക് വോയിസ് ദിൽന ക്ലിയർ ആകുന്നില്ല. പുറത്ത് എന്തായിരുന്നു? വേറെ ആർക്കെങ്കിലും ദിൽനയുടെ ചോദ്യം കേട്ടോ? വ്യക്തമായിട്ടുള്ള ആരെങ്കിലും ഒന്ന് പറയാമോ? യെസ് സർ. ദിൽന ചോദിച്ചത്, നമ്മളുടെ ഇന്റേൺഷിപ്പ് നടക്കുന്നത് ദിൽനയ്ക്ക് ക്ലിയർലി മനസ്സിലായിട്ടില്ല. അത് അതായത് കേരളത്തിനകത്താണോ വെളിയിലാണോ, അത് ഏത് സ്ഥലങ്ങളിലാണെന്നുള്ളത് ദിൽനയ്ക്ക് ഡൗട്ട്. ഓക്കെ, അത് തന്നെയല്ലേ ദിൽന? ദിൽന അവിടെ ഉണ്ടോ? ഓക്കെ, അത് തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ ഉത്തരം പറയാം ഞാൻ. ഇന്റേൺഷിപ്പ് സ്ഥാപനത്തിൽ നിന്നല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രശ്നം വരും. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്ത് ഒരു 8 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ ചുറ്റളവിനകത്ത് ഒരുപാട് സ്കൂളുകൾ ഉണ്ടാകും. CBSE സ്കൂളുകൾ, ICSE സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ, പ്രൈവറ്റ് സ്കൂളുകൾ. എയ്ഡഡ് സ്കൂളുകളിൽ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സ്ഥലത്തും നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കിട്ടും. ഇന്റേൺഷിപ്പ് തരാനായി സ്കൂളുകാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്താണ് കാരണം? അവർക്ക് പൈസ കൊടുക്കാതെ പണിയെടുക്കാൻ ഒരു ലേബർ കിട്ടാണെന്ന് 2 മാസം. അപ്പോ നിങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂളിൽ നിങ്ങൾ ചെന്ന് സംസാരിക്കുമ്പോൾ അവര് ചോദിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു ഓഫർ ലെറ്റർ ചോദിക്കും. അത് മാത്രമേ ചോദിക്കൂ. ആ ഓഫർ ലെറ്റർ ഞങ്ങൾ തരും. ആ ഓഫർ ലെറ്റർ അവിടെ കൊടുത്താലും നിങ്ങൾക്ക് അവിടെ ഇന്റേൺഷിപ്പിന് കയറാൻ പറ്റും, അവിടെ ക്ലാസ് എടുക്കാൻ പറ്റും നിങ്ങളുടെ വീടിനടുത്ത്. അല്ലാതെ ഈ കുഞ്ഞുമക്കളും പ്രാരാബ്ദങ്ങളും ഉള്ള വീട്ടമ്മമാരെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്ന് ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും കൊണ്ടുവന്ന് ഇന്റേൺഷിപ്പ് എടുക്കാൻ പറയുന്നത് എന്തൊരു ക്രൂരതയാണ്. അങ്ങനെ ചെയ്താൽ ഇതിൽ ആരെങ്കിലും ഇന്റേൺഷിപ്പ് എടുക്കുവോ? ഒരാളുടെ സംഭവമില്ല. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുത്ത് എടുക്കലാണ് ചെയ്താ കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാറേ, അതിന്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഇപ്പോൾ ഈ കോഴ്സ് കഴിയുമ്പോൾ നമുക്കൊരു ട്രാൻസ്ഫർ, നമ്മൾ പോകുന്നു, ഇവിടുന്ന് പോയി കേരളത്തിന് വെളിയിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു മോണ്ടിസോറി സ്കൂളിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും അല്ലേ? ഞാൻ പറഞ്ഞോളൂ, നമുക്ക് കുറെ വേക്കൻസീസ് വരാറുണ്ട്. സാറല്ലേ ചോദിച്ചത്? യെസ് സർ. സാറാ, നമ്മളത് കുറെ കുറെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഇങ്ങനെ വിളിക്കാറുണ്ട് നമ്മളെ. ഇങ്ങനെ ഉണ്ടോ അതെപ്പോഴും അല്ല, സാധാരണഗതിയിൽ അവർ വിളിക്കാറുള്ളത് നമ്മളെ പിന്നെ ഐ തിങ്ക് ഏപ്രിൽ മെയ് മാസങ്ങളിലാണെന്ന് തോന്നുന്നു. ഏപ്രിൽ മെയ് മാസം അധ്യയന വർഷം ആരംഭിക്കുമല്ലോ, അതിനു മുമ്പോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പോ ആയിട്ടായിരിക്കും അവർ വിളിക്കാറുള്ളത്. അവർ വിളിച്ചിട്ട് ചോദിക്കും. അപ്പൊ അങ്ങനെ വരുന്നത് നമ്മൾ അറിയിക്കും. അതുകൂടാതെ നമ്മുടെ പ്ലേസ്മെന്റ് സെൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഓരോ സ്കൂളിലും വിളിച്ചിട്ട് ഇങ്ങനെ വേക്കൻസികൾ എടുത്തുകൊണ്ടിരിക്കും. ആ വിവരം കൂടി നിങ്ങൾക്ക് ഇട്ട് തരും. ഇത് കൂടാതെ മുഴുവൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ കാര്യം പറയാം. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഒരുപാട് തൗസൻഡ്സ് ഓഫ് സ്കൂളുകളുടെ ഡാറ്റ ഞങ്ങൾ നിങ്ങൾക്ക് തരും. നിങ്ങൾ അവിടെ എല്ലാവർക്കും ഒരു മെയിൽ അയച്ചിടുക. ഓക്കെ, ആ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അവര് നിങ്ങളെ വിളിക്കും. ഇതിന്റെ വേക്കൻസി വരുമ്പോഴേ ഫസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അവർ സ്കൂളിൽ നിന്നുള്ള HR ഫസ്റ്റ് ചെയ്യുന്നത് അവരുടെ മെയിലിൽ വന്നിട്ടുള്ള ആപ്ലിക്കൻസിനെ ഫസ്റ്റ് അവർ വിളിക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പുറത്തുനിന്ന് എടുക്കുള്ളൂ. ഓക്കെ, നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് നമ്മൾ അറിയിക്കും. അങ്ങനെയാണ്. ഞാൻ പറയുന്നത് വ്യക്തമായോ സാറേക്ക്? യെസ് സർ, ക്ലിയർ ആയി. നെക്സ്റ്റ് come on. അഖില നേരത്തെ പറഞ്ഞല്ലോ, അപ്പോ ഇപ്പൊ നമുക്കൊരു ഹോംവർക്ക് ഇട്ടിട്ട്, അതായത് ഒരു അസൈൻമെന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ അന്നത്തെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ 2 മണിക്ക് ശേഷമുള്ള റെക്കോർഡ് ക്ലാസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലേറ്റ് ആയി പോകത്തില്ലേ? അതായത് സബ്മിറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. ടീച്ചർമാര് നിങ്ങളോട് ഒരു സമയം പറയും, ഇത്ര സമയത്തിനുള്ളിൽ ആ പ്രൊജക്ട് ചെയ്യണം, അസൈൻമെന്റ് ചെയ്യണം എന്ന് പറയും. പക്ഷേ ആ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റിയെന്ന് വരൂല. ആ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റാത്ത ആളുകൾ എന്താ ചെയ്യുക? അവർക്ക് ചിലപ്പോ ഇത് പറയുന്ന സമയത്ത് വീട്ടില് നമ്മുടെ അമ്മായി അച്ഛൻ ഫാദറിലോ ഹോസ്പിറ്റലിലാണ്, 2 മാസമായിട്ട് ഹോസ്പിറ്റലിലാണ്. അവിടെ ഇത് പ്രൊജക്ട് ചെയ്യാൻ പറ്റൂല. അപ്പോ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സമയത്ത് ഈ കോഴ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ആ പ്രൊജക്റ്റുകളും മറ്റും ചെയ്ത് തീർക്കുക. അത് ചെയ്ത് തീർത്തിട്ട് 2 രീതിയിലാണ് അത് അപ്ലോഡ് ചെയ്യുന്നത്. ഒന്നിനൊരു മെയിൽ ID തരും, ആ മെയിലിലേക്ക് അയക്കണം. രണ്ടാമത്തേത് ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട്. നമ്മൾ ടെക്നിക്കൽ ടീമില് ചിപ്പിരിഞ്ചിറ്റിന്റെയാണ്. ചിപ്പിരിഞ്ചിറ്റാണ് അസൈൻമെന്റ് സെഷൻസ് കൈകാര്യം ചെയ്യുന്നത്. ടെക്നിക്കൽ ടീമിൽ അവരെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, അവര് പറയും കേട്ടോ. അങ്ങനെയാണ്. ജിനി സജീവ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം വ്യക്തമാക്കി തരും. ജിനി സജീവ് ചോദിക്കൂ, സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ എന്താണ് സംശയമുള്ളത് അത് ചോദിക്കൂ. ജിനി സജീവ് is there? ചോദിക്കൂ. ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ഇവിടെ ഡേ കെയർ ഒക്കെ തുടങ്ങാന്ന് പറഞ്ഞില്ലേ, അതിപ്പോ വിദേശത്ത് പോയിട്ടും തുടങ്ങാൻ പറ്റുമോ? സോറി, ഏതായിരുന്നു? ഫോറിനിൽ പോയിട്ട് ഡേ കെയർ ഒക്കെ തുടങ്ങാൻ പറ്റുമോ ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട്? എവിടെ പോയിട്ട്? ഗൾഫിലൊക്കെ പോയിട്ട്? ഇല്ല, പറ്റില്ല. ഞാൻ പറയാം. പറയട്ടെ. ശ്രദ്ധിച്ചു നോക്കൂ. ഓക്കെ. ഓരോ രാജ്യത്തിനകത്തും ഓരോരോ നിയമങ്ങളാണ്. എനിക്ക് ഗൾഫില് അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ചിട്ട് വ്യക്തമല്ല. ഞാൻ ഇപ്പൊ നിലവിൽ ഞാൻ പറഞ്ഞത് ഇന്ത്യക്കകത്തുള്ള കാര്യത്തെ സംബന്ധിച്ചിട്ടാണ്. ഓരോ രാജ്യത്തിനും ഓരോരോ നടപടിക്രമങ്ങളാണല്ലോ നിയമപരമായിട്ട്. അവിടുത്തെ തുടങ്ങുവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവിടെയാണ് അന്വേഷിക്കേണ്ടത്. നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ മേഖലക്കകത്ത് നൽകാൻ പറ്റുന്നത് ഏറ്റവും പ്രീമിയം സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ നൽകുന്ന 2 സർട്ടിഫിക്കറ്റുകൾ. ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ, ഫോറിൻ അഫയേഴ്സിന്റെ അറ്റസ്റ്റേഷൻ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ തരുന്നത്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് ഇന്ത്യക്കകത്ത് തുടങ്ങാനായിട്ട് സാധിക്കും. വിദേശത്ത് തുടങ്ങാൻ പറ്റുമെന്നുള്ളത് അതാത് രാഷ്ട്രങ്ങളിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. അത് നമുക്ക് അറിയില്ല. ഓക്കെ,
സെയിം ഡൗട്ട് ആയിരുന്നു ജിനീസ ചെയ്യുന്നത്. യെസ്, അടുത്ത ചോദ്യം. സർ ഓക്കെ, താങ്ക് യു. പേര് പറഞ്ഞ് പരിചയപ്പെടുത്തു, പെട്ടെന്നായിക്കോട്ടെ. എനിക്ക് സൽമാന പേര്. സൽമ പറയും. കുറെ പേര് ഇപ്പം ഇന്റർവ്യൂ ഇതുവരെ അറ്റൻഡ് ചെയ്യാത്തവരല്ലായിരിക്കും. അപ്പം അവർക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് ക്ലാസ് വല്ലതും കിട്ടുമോ? യെസ് സൽമാൻ, ഗുഡ് ക്വസ്റ്റ്യൻ. പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ട്. എന്താണ് ആ ധാരണ? ഈ ക്ലാസ്സിലുള്ള എല്ലാവരും മിടുമിടുക്കികളാണെന്ന്. ആ ധാരണ ഞങ്ങൾക്കുണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്? കുറെ നാളായി തേച്ച് കഴുകാത്ത, വാഷ് ചെയ്യാത്ത ഒരു പാത്രം ക്ലാവ് പിടിച്ചിരിക്കുന്നത് പോലെ ക്ലാവുള്ള കുറെ ആളുകളുണ്ട് ഇതിനകത്ത്. അത് നമ്മുടെ സിറ്റുവേഷൻ കൊണ്ടാണായിട്ടുള്ളത്. അവരെ തേച്ച് മിനുക്കി തിളങ്ങുന്ന രൂപത്തിലാക്കിയെടുക്കണം. അത് ഈ ക്ലാസ്സിനകത്ത് നടക്കുന്ന ഭാഗം 1. രണ്ടാമത്തേത് ഇന്റർവ്യൂവിന് നിങ്ങൾ പോണു, നെഞ്ച് പടപടാ വേർക്കണം. അന്ന് വരെ കാണാത്ത രീതിയിലുള്ള ഒരു സംഭ്രമം, അനുഭവിക്കാത്തൊരു സംഭ്രമം. കൈ വിറക്കണ, കാല് വിറക്കണ, ശരീരം മൊത്തം വിറക്കണ, ഇത് നമുക്ക് അറിയില്ല. വലിയ പ്രശ്നമാണ്. ഇന്റർവ്യൂ ബോർഡിന്റെ വാതിലുമ മുട്ടണേക്കാളും വലിയ വെച്ച അട്ടിതേക്കാണ് പടപടാന്നും പറഞ്ഞുകൊണ്ട്. എന്താ പ്രശ്നം എന്ന് അറിയോ? കോൺഫിഡൻസിന്റെ പ്രശ്നം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങള് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാനായിട്ടുള്ളതേ, ഒരു എക്സാമ്പിൾ പറയുന്നത്, നിങ്ങള് സുന്ദരിയാണ്, സുശീലയാണ്, സുമുഖിയാണ്. ഓക്കെ, നിങ്ങൾ ഒരു വഴി കൂടെ നടന്നു പോവാണ്. എല്ലാ ദിവസവും നടന്നു പോണ വഴിയാണ്, എല്ലാ ദിവസവും നടന്നു പോണ വഴി. ആ വഴി കൂടെ നിങ്ങൾ നടന്ന് ഇങ്ങനെ പോയി. നിങ്ങള് രാവിലെ 9:30 ബസ് കയറി പോകും, വൈകുന്നേരം 5:30 ജോലി കഴിഞ്ഞ് തിരിച്ചു വരും. ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്നേഹം പുറത്തു കാണിക്കാതെ നമ്മുടെ കെട്ടിയവൻ അതിമനോഹരമായ ഒരു ചുരിദാറാണ് കൊണ്ടുവന്ന് വെച്ചാക്കാം. കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹാരിതയുള്ള ഒരു ചുരിദാർ. നിങ്ങള് പിറ്റേ ദിവസം ആ ചുരിദാറിട്ട് കണ്ണാടിയിൽ നോക്കുമ്പോഴേ നിങ്ങൾക്ക് തന്നെ തോന്നും, ഞാൻ കൊള്ളാല. ഇന്നലെ വരെ നോക്കിയ കണ്ണാടിയാണെന്ന്. ഇന്നലെ വരെ നിങ്ങൾ നിന്ന അതേ കണ്ണാടിയുടെ മുമ്പിൽ നിങ്ങൾ ഇന്ന് നിൽക്കുമ്പോൾ, പുതിയ ചുരിദാറിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ മുഖമൊക്കെ കുറച്ചുകൂടി തേജോമയമായി, കുറച്ചുകൂടി ഓജസ്സും തേജസ്സും ദീപ്തിയും വന്നു. വഴി കൂടെ നടന്നു പോകുമ്പോഴേ, ഇന്നലെ നിങ്ങൾ നടന്നു പോയ അതേ വഴി കൂടിയാ നിങ്ങൾ നടന്നു പോണേട്ടാ. ദേവസി ചേട്ടന്റെ സൈക്കിൾ കടയുണ്ട്, ബഷീറിക്കട ചായക്കടയുണ്ട്, ഹോമിയോ ആശുപത്രിയുണ്ട്. അതിൽ കൂടെ തന്നെയാണ് എല്ലാ ദിവസവും നടന്നു പോകുന്നത് ഞങ്ങള്. പക്ഷെ ഇന്ന് നിങ്ങൾ അതിൽ കൂടെ നടന്നു പോകുമ്പോ നിങ്ങൾക്ക് തോന്നിയാണ് ദേവസി ചേട്ടന്റെ കടയിൽ നിൽക്കുന്ന ആൾക്കാരെ മുഴുവനും നിങ്ങളെ നോക്കിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങളുടെ തല അല്പം ഉയർത്തി പിടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങളുടെ അഗ്രഹങ്ങളിൽ ചെറിയൊരു പുഞ്ചിരി വിടരുന്നു. തൊട്ടപ്പുറത്ത് ബഷീറിക്കട ചായക്കട. ആൾക്കാര് ചായ കൂടി നിർത്തിയിട്ട് നിങ്ങളെ നോക്കിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയത്. എങ്ങനെയാ സംഭവം വന്നേന്ന് അറിയോ? എങ്ങനെയാ വരുന്നേ? ഒറ്റ കാര്യമുള്ളൂ, ചുരിദാർ ഒപ്പിച്ച പണിയാണ്. ആണോ? യെസ്, ചുരിദാർ ഒപ്പിച്ച പണിയാണ്. നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടുകളാണ് നിങ്ങളുടെ ഉള്ളിലെ ചിന്തയെ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളാണ് നിങ്ങളുടെ ഉള്ളിലെ ചിന്തയെ സൃഷ്ടിക്കുന്നത്. ആ ചുരിദാർ ഒപ്പിച്ച പണിയാണ്. ഈ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിന്റെ വാതിൽ മുട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് അടിക്കൂലാണ്. ഹാർട്ട് അവിടെ ശാന്തമായിട്ടിരിക്കും. വേർപ്പ് ഇതിൽ കൂടെ ഒഴിച്ചു വരൂല. വേർപ്പ് ഇതിൽ കൂടെ ഒഴിച്ചു വരൂല. ഒരു പറയലും തോന്നൂല. ഓക്കെ, അതിനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ടൊരു ക്ലാസ് ഉണ്ട്. എങ്ങനെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, ഇന്റർവ്യൂവിലെ വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെ, വാതിൽ മുട്ടണോ വേണ്ടയോ, ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലേണ്ടത് എങ്ങനെ, നടന്നു ചെല്ലേണ്ടത് എങ്ങനെ, കസേരയിൽ ഇരിക്കേണ്ടത് എങ്ങനെ, ബോഡി ലാംഗ്വേജ് എങ്ങനെ, നിങ്ങളുടെ മാനറിസങ്ങൾ എങ്ങനെ, നിങ്ങളുടെ മിഴികൾ എങ്ങനെ, നിങ്ങളുടെ നോട്ടം എങ്ങനെ, താൻ ഉയർത്തിപ്പിടിച്ചു നിൽക്കണോ,
നിങ്ങളുടെ ഫയൽ വെക്കേണ്ടത് എങ്ങനെ, ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞ് തുടങ്ങേണ്ടത് എങ്ങനെയാണ് അഭിസംബോധന ചെയ്ത് തുടങ്ങേണ്ടത്, ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്തു പറയണം, A to Z കാര്യങ്ങൾ. മനസ്സിലായില്ലേ? A to Z കാര്യങ്ങൾ ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെ സെഷൻ നിങ്ങൾക്ക് എടുത്തു തരും. അതെടുത്ത് പഠിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് വിടുള്ളൂ. അല്ലെങ്കിൽ സംഭവം എന്താണെന്നറിയോ, നിങ്ങൾ മോണ്ടിസോറിയുടെ മുഴുവൻ കാര്യവും പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. പൗലോ ഫ്രെയറിന്റെ ബോധനശാസ്ത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ബോധനശാസ്ത്രം നിങ്ങൾ പഠിച്ചു. കോളിങ്ങിന്റെ ബോധനശാസ്ത്രം നിങ്ങൾ പഠിച്ചു. എല്ലാ ടീച്ചിങ് മെത്തേഡും പഠിച്ചു. പക്ഷെ ധൈര്യമില്ല. ഓക്കെ, അപ്പൊ ആ ധൈര്യം ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പുറകെ ഇട്ട് തരും. ഇവിടുന്ന് ഇട്ട് തരും. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു, ഒറ്റ കാര്യം ആലോചിച്ചു. നമ്മളെല്ലാവരും ഈ ജീവിതത്തിൽ ഒരുപാട് ബ്ലെസ്സിങ് ആണ്. എന്തൊക്കെ സാഹചര്യം നമുക്ക് ഉണ്ടായിക്കോട്ടെ, നമ്മുടെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുള്ള വേറെ ഒരാളെ ഈ ഭൂമിയിലില്ലാന്ന്. അപ്പൊ നിങ്ങൾക്ക് സാറിന് അങ്ങനെയൊക്കെ പറയാം. എന്റെ ജീവിതത്തെ കുറിച്ച് സാറിന് അറിഞ്ഞുകൂടാത്താണ്. എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ് എന്താണെന്നറിയോ, അവനവന്റെ കഷ്ടപ്പാടാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്ന് എല്ലാവർക്കും തോന്നും. ഗാന്ധിജി പറഞ്ഞിട്ടുള്ള വേറൊരു വാക്യം കൂടിയുണ്ട്. എന്താ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ദുഃഖം തോന്നിയാൽ നിങ്ങൾ നോക്കേണ്ടത് എങ്ങോട്ടേക്കാണെന്ന് അറിയാം, മേലേക്കാൾ അല്ല താഴേക്കാൾ. നിങ്ങൾ ഈ ലോകത്തേക്കൊന്ന് നോക്കുന്നു, കണ്ണ് കാണാത്ത ആളുകൾ, ചെവി കേൾക്കാത്ത ആളുകൾ, സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ, കൈകാലുകളില്ലാത്ത ആളുകൾ, സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ലാത്ത ആളുകൾ, എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അവർ ഈ ഭൂമിയിൽ ജീവിക്കുകയല്ലേ. നമുക്കിതൊക്കെ ഉണ്ടെന്ന്, ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അയ്യോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോ പ്രശ്നം നമ്മുടെ സാഹചര്യത്തിൻ്റെതോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, സാഹചര്യമാണ് നമ്മുടെ ചിന്തകളെ സൃഷ്ടിക്കുന്നത്. പച്ചപ്പരമാർത്ഥത്തിൽ അതാണ്, സാഹചര്യമാണ് ചിന്തയെ സൃഷ്ടിക്കുന്നത്. പക്ഷേ സാഹചര്യത്തിനെ മറികടക്കാൻ ശേഷിയുള്ള ചിന്താധാരയെ സൃഷ്ടിക്കാൻ കഴിവുള്ള ആളുകളായി നമ്മൾ മാറണം. ബിക്കോസ് അങ്ങനെ എപ്പോ നിങ്ങൾ മാറുന്നോ ആ നിമിഷം നിങ്ങൾ ഈ പ്രപഞ്ചത്തെ കീഴ്പ്പെടും. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ മനോഭാവം മാറ്റാൻ തയ്യാറാകുന്നത്, എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ തയ്യാറാകുന്നത്, എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളെ പഴി പറയുന്നത് അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നത്, വന്നോട്ടെ, എന്ത് വേണമെങ്കിലും വന്നോട്ടേന്ന്, ഞാനതിനെ നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നെഞ്ചു വിരിച്ച് ഇവിടെ നിൽക്കുകയാണെങ്കിൽ എന്ത് സാഹചര്യം വന്നാലും നിങ്ങൾക്ക് അതിനെ നേരിടാൻ പറ്റും. വിജയിക്കുന്നവന്റെ മനഃശാസ്ത്രം ഒന്നേ ഉള്ളൂ. അതെന്താണെന്നറിയോ, അവനൊരൊറ്റ കാര്യമുള്ളൂ, വിജയിക്കുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. വേറെ സാധനവും അവന്റെ കയ്യിൽ. പണം ഉണ്ടാകൂല, സാഹചര്യം ഉണ്ടാകൂല. ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ള ആളുകളെ മുഴുവൻ നിങ്ങൾ നോക്കിക്കോന്നേ, അവരാരും പണമുള്ളവരല്ല, സാഹചര്യങ്ങളുള്ളവരല്ല, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പൊ നിങ്ങളുടെ ഒരാളുടെ പേര് പറയാം. നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒന്ന് ബ്രൗസ് ചെയ്യണം, അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അദ്ദേഹത്തിന്റെ പേര് നിക്കോ ചിപ്പ് എന്നാണ്. നിക്കോ ചിപ്പ് ഓസ്ട്രേലിയക്കാരനാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ് അദ്ദേഹം. മോട്ടിവേഷൻ സ്പീക്കർ ചെയ്യുന്നത് ലോകത്തിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ വില വാങ്ങുന്ന മോട്ടിവേഷൻ സ്പീക്കറാണ് നിക്കോ ചിപ്പ്. നിക്കോ ചിപ്പിന്റെ രണ്ട് കൈകളില്ല, രണ്ട് കൈകളും ഇവിടെ വെച്ചിട്ടേ ഇങ്ങോട്ടേക്കില്ല, രണ്ട് കാലുകളും തൊടടി ഇവിടെ തൊടിയിട്ട് ഇങ്ങോട്ടേക്കില്ല. ഒരു ഭാഷയിൽ പറയുവാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു മാംസപിണ്ഡം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ അത്രയേറെ ദുസ്സഹമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ ലോകത്ത് രണ്ട് കൈയും രണ്ട് കാലും രണ്ട് കണ്ണും സ്നേഹിക്കാൻ കൂട്ടുകാരും വീട്ടുകാരൊക്കെ ഉള്ള ആളുകളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കഥ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്ത്. മനസ്സിലായ? നമ്മളാണെങ്കിലോ എന്റെ ദൈവമേ എന്റെ ജീവിതം നീ തുളച്ചു കളഞ്ഞില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരെയും പ്രാഗി വീട്ടുകാരെയും പ്രാഗി കിടന്ന് മൂത്തൊഴിച്ച് അത് നാറ്റിച്ച് ആകെ കുഴപ്പമുണ്ടാക്കി നമ്മളും മണ്ടടിച്ച് ഭയങ്കര സീനിലോട്ട് നമ്മ മാറും. പക്ഷെ നിക്കോച്ചിപ്പ് അങ്ങനെയല്ല ചെയ്തത്. അദ്ദേഹത്തിനും വേണമെങ്കിൽ അങ്ങനെ കരഞ്ഞിരിക്കാമായിരുന്നു. നിങ്ങൾക്ക് പടം കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് അദ്ദേഹത്തിന്റെ പടം. രണ്ട് കൈയില് രണ്ട് കാലുകള, ഇത്രയേ ഉള്ളൂ ബോഡി. ഓക്കെ, ലോകത്തിലെ ഏറ്റവും നന്നായി ചിരിക്കുന്ന മനുഷ്യനായിട്ട് ആ മനുഷ്യൻ മാറിയുന്നു. തോക്കാൻ പോകുന്ന മനുഷ്യർക്ക് കഥകളെ പറഞ്ഞു കൊടുത്ത് വാക്കുകളിലൂടെ അക്ഷരങ്ങളിലൂടെ കഥകൾ പറഞ്ഞു കൊടുത്ത് വിജയിപ്പിച്ചെടുക്കാണെന്ന്.
മനുഷ്യന്റെ ചുണ്ടിൽ പുഞ്ചിരി ഒട്ടിച്ചു കൊടുക്കാണ്, ഹൃദയത്തിൽ സന്തോഷം നിറച്ചു കൊടുക്കാണ് ആ മനുഷ്യൻ. അപ്പൊ ആ ഒരു ആത്മവിശ്വാസത്തിലൂടെ ആ ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് നിങ്ങൾ മാറും. ബിക്കോസ് നമ്മൾ അധ്യാപകരാണ്, നമ്മൾ അധ്യാപകരാണ്. നമ്മൾ ഇനി വരുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ പോകുന്ന ആളുകളാണ്. നിങ്ങളുടെ വാക്കുകളുടെ ശേഷി എന്ന് പറയുന്നത് നിസ്സാര ശേഷിയല്ലതിനി. എന്താണെന്നറിയോ? നിങ്ങളൊരു മനുഷ്യന്റെ ചിന്തയിലേക്ക് ഒരു സാധനം ഇട്ടു കൊടുക്കാൻ പോവാണ്. നിങ്ങൾ ഇട്ടു കൊടുക്കുന്ന വിത്തുകളിൽ നിന്നാണ് നാളെ ഈ നാടിനകത്ത് വസന്തം വിരിയാൻ പോകുന്നത്. ഇത് വാക്കുകളിൽ പറയുന്നതല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ടീച്ചർമാര് പറഞ്ഞ എത്രയോ വാക്കുകൾ, വചനങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടാവും. എൻ്റെ ഉള്ളിൽ ഒരുപാട് അധ്യാപകർ എനിക്ക് പകർന്നു തന്നിട്ടുള്ള, ഒരുപാട് പേര് അധ്യാപകർ പകർന്നു തന്നിട്ടുള്ള വാക്കുകൾ എൻ്റെ ഉള്ളിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് വലിയ നല്ലൊരു ജോലി ഉണ്ടായിട്ടും ആ ജോലി ഉപേക്ഷിച്ച് ശമ്പളം മേടിക്കുന്ന 5 കൊല്ലമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് പുസ്തകങ്ങൾക്കായിട്ട് നടക്കുന്നത്. കാരണം നമ്മുടെ ഇഷ്ടം അതാണ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിനോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക. അപ്പോ അധ്യാപകന്റെ സ്വാധീനം വളരെ വലുതാണ്. അധ്യാപകൻ വിതക്കുന്ന വിത്തുകളിൽ നിന്ന് നാളെ നയിക്കുന്ന വസന്തങ്ങൾ ഈ മണ്ണിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ സെഷൻ ആരംഭിച്ചപ്പോ ആ കവിത ചൊല്ലിയത്. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിരഞ്ഞി എന്ന് പറഞ്ഞുള്ള വസന്തം ഞാൻ ചൊല്ലിയത് അതുകൊണ്ടാണ് കേട്ടോ. റൈറ്റ്. അടുത്തത് PG ഡിപ്ലോമ എടുക്കാനുള്ള ബെനിഫിറ്റ്സ് പറയാമോ? ജോബ് കിട്ടുന്നതിൽ വല്ല മുൻഗണനയുണ്ടോ? മുൻഗണനയുണ്ട്, പറയാം. അപൂർവം ചില സ്കൂളുകൾ മോണ്ടിസോറിയുടെ PG കാരെയാണ് പ്രത്യേകമായി സെലക്ട് ചെയ്യാറ്. ഒന്ന്. രണ്ടാമത്തേത്, PG കാർക്ക് ഡിപ്ലോമക്കാരേക്കാൾ കൂടുതൽ ശമ്പളം പൊതുവിൽ കിട്ടാറുണ്ട്. ഈ 2 ഗുണങ്ങൾ ഉണ്ട്. ഓരോ സ്കൂളുകാരും ആ സ്കൂള് ഭരിക്കുന്ന ഭരണസമിതിയുടെ പോളിസി മാറ്റേഴ്സിന്റെ നയവ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിക്രൂട്ട്മെന്റ്സ് നടത്തുക. ഇപ്പൊ ഹൈലി പ്രീമിയം ആയിട്ടുള്ള ചില സ്കൂളുകളുണ്ട്. സരസ്വതി വിദ്യാനിലയം, പിന്നെ അമൃത വിദ്യാലയം, അവിടെയൊക്കെ PG കാർക്ക് വലിയ മുൻഗണനയുണ്ട് കേട്ടോ. റൈറ്റ്. അതിന്റെ അർത്ഥം ഡിപ്ലോമക്കാർക്ക് ഇതിൽ എങ്ങനെയുണ്ട്? ഡിപ്ലോമക്കാർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഇവിടെ വീണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനം സ്വന്തം തുടങ്ങാനുള്ള അവസരങ്ങളുമുണ്ട്. ഓക്കെ. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അടുത്ത റെക്കോർഡ് ക്ലാസ് വരുന്നത് ക്ലാസ് റൂമിലായിരിക്കില്ലേ? അതെ, ക്ലാസ് റൂം ലിങ്ക് തന്നിട്ടില്ലല്ലോ. ക്ലാസ് റൂം ലിങ്ക് തരും. നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ക്ലാസ് റൂം ലിങ്ക് ഉടൻ തന്നെ അവൈലബിൾ ആണോ? ടെക്നിക്കൽ ഡയറക്ടർ നിങ്ങൾക്ക് ഇട്ട് തരും കേട്ടോ. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സംശയങ്ങൾ കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. 1.5 മണിക്കൂറായി നമ്മൾ ആരംഭിച്ചിട്ട്. ഏറെക്കുറെ സംശയങ്ങൾ കഴിഞ്ഞു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ 92 വയസ്സുള്ള മുത്തച്ഛനെയും 35 വയസ്സുള്ള മകളെയും ആലോചിക്കുക. 700 നക്ഷത്രങ്ങളെയും 300 നക്ഷത്രങ്ങളെയും ആലോചിക്കുക. 92 35 700 300 ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കാം. PG കാർക്ക് 4 വരെ പഠിപ്പിക്കാനല്ല, വേണമെങ്കിൽ സ്കൂളിന് ഇതനുസരിച്ചിട്ട് 7 വരെ പഠിപ്പിക്കാൻ പറ്റും കേട്ടോ. റൈറ്റ്. ജയദേവ് സർ, സാറിന് വേണ്ടി 2 വാക്കൊന്ന് പറയുന്നത് വളരെ എനിക്ക് തോന്നിയത് ഒരു നീതിയാണെന്ന്. എന്റെ പേര് സേറ എന്നാണ്. ക്യാൻ ഐ സേ സംതിങ്? ഓക്കെ. ഞാൻ പല ക്ലാസ്സുകളും ഷോർട്ട് കോഴ്സസ് ആൻഡ് പല ടൈപ്സ് ഓഫ് മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണലി നാഷണലി ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഐ ഹാവ് ടു സേ ദിസ് ടു യു, such a wonderful informative and informational classes that you provided right now, and I'm so thankful to you. We are very much inspired by you. Okay, thank you so much. Thank you so Sir, much, sir. എനിക്കും പറയാനുള്ളത് തന്നെയാണ്. ഞാന് അത് പറഞ്ഞ പോലെ ഏജ് ഓവറാണ്. ഞാൻ ഹൗസ് വൈഫാണ്. എൻ്റെ പേര് നസീമ. പിന്നെ നിൽക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. പിന്നെ ഒരുപാട് ചിരിച്ചു. നമുക്ക് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം ഞാനിപ്പോ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത്.
അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇന്ന് ഗസ്റ്റ് ഉണ്ട് ഇന്ന്. ബിരിയാണി, ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ പൊരിക്കുന്നുണ്ട്. അടുക്കളയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് പിന്നെ പുറത്ത് പോവാൻ അത്രക്ക് അങ്ങോട്ട് കൈയില്ലെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതും ചുരുങ്ങിയ ചെലവിൽ. ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പൊക്കെ വേറെ ഓരോ കോഴ്സുകൾക്കൊക്കെ, പക്ഷെ ഭയങ്കര ഫീസാണ് വരുന്നത് മോണ്ടിസോറിക്കും PPTTCക്കൊക്കെ. അപ്പൊ എൻ്റെ ഒരു കസിനാണ് എനിക്ക് ഇത് ഈ ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി തന്നത്. എന്തായാലും സാറേ, ഹാൻഡ്സ് ഓഫ് യു. നിങ്ങളെ ക്ലാസ് വളരെ സന്തോഷമായി. ഒരുപാട് നമുക്ക് എന്താ പറയാ, നമ്മളെ ടെൻഷനുകളൊക്കെ ദൂരീകരിച്ചു തന്ന സാറ്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് ചിരിച്ചു. ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നത് വരെ നമ്മൾ മറ്റു ടെൻഷനുകൾ ഒന്നും നമ്മൾ അറിയില്ല. അതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഒരു ജോബ്, എനിക്കിപ്പോ 46 വയസ്സൊക്കെ ആയി, ജോബ് കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മളെ പേരമക്കളെ ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമുക്കത് ഉപകാരപ്പെടുന്നു ഞാൻ വിശ്വസിക്കണേ. നമ്മളെ ചുറ്റുപാടുള്ള ആളുകള് ഇനിയിപ്പോ ജോബ് കിട്ടാതിരിക്കുക എന്ത് ചെയ്യട്ടെ, എന്നാലും നമുക്ക് വലിയൊരു ബെനിഫിറ്റ് ഈ ക്ലാസ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഒരുപാട് കാലമായിട്ട് ഇങ്ങനത്തെ ക്ലാസ്സും കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാത്ത ഒരു അവസ്ഥയിലാണ് ഞാനൊക്കെ ഇതിൽ കയറുന്നത്. എന്തായാലും ഫ്രണ്ട്സിന്റെ സപ്പോർട്ടും ടീച്ചേഴ്സിന്റെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്, കഴിയുന്നത് വരെ നിൽക്കണം എന്നുള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. എന്തായാലും നോക്കട്ടെ. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതിനും സാറിന്റെ ക്ലാസ് നന്ദി. താങ്ക് യു സാർ. ഓക്കെ, നല്ല വാക്കുകൾക്ക് എന്റെ പ്രിയപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും നന്ദി. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ എല്ലായ്പ്പോഴും ആലോചിക്കുന്നുണ്ട്, ജീവിതം പ്രതിസന്ധികളുടെ പെരുമഴ പെയ്യുന്ന സാധനമാണ്. ഈ ലോകത്ത് ദുഃഖങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സാധനം ഇല്ലാതിരുന്നാൽ മതി എന്നാണ് ബുദ്ധൻ പറഞ്ഞത്, ശ്രീബുദ്ധൻ. ഒന്ന് ആഗ്രഹമാണ്. ആഗ്രഹമില്ലെങ്കിൽ ദുഃഖം ഉണ്ടാവില്ല. 2 അജ്ഞതയാണ്. ആഗ്രഹമില്ലാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഓക്കെ, അപ്പൊ ആഗ്രഹമില്ലാത്ത മനുഷ്യരില്ല, ദുഃഖമില്ലാത്ത ജീവിതങ്ങളില്ല. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരും. ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും എങ്ങനെയാണ് നാം നോക്കിക്കാണുന്നത് എന്നുള്ളിടത്താണ് നമ്മുടെ വിജയവും പരാജയവും. നമ്മളെല്ലാവരും നിൽക്കുന്നത് ഒരു ഒറ്റ പോയിന്റില്ല. അവിടുന്ന് എങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യണം, ഇടത്തേക്ക്, വിജയത്തിലേക്ക് പോകണോ പരാജയത്തിലേക്ക് പോകുന്നു. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ ഭരിക്കുന്നത്, നിങ്ങളെ നയിക്കുന്നത്, നിങ്ങളെ തോപ്പിക്കുന്നത്, നിങ്ങളെ വിജയിപ്പിക്കുന്നത്. ഞാനൊരു 12 ഒരു 5 മിനിറ്റ് കൂടി നിങ്ങൾക്ക് എടുക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിജയത്തിന്റെ ഒരു മന്ത്രമാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ടിരിക്കുക. നിങ്ങളെ തോപ്പിക്കുന്നയാൾ നിങ്ങളോടൊപ്പമുണ്ട്. സർവനാശകാരിയായ, സർവവിനാശകാരിയായ ഒരാൾ നിങ്ങളോടൊപ്പം. നിങ്ങളെ ജയിപ്പിക്കുന്ന ഒരാളും നിങ്ങളോടൊപ്പം. രാജുവിന്റെ ഒപ്പം രാധ ഉള്ളതുപോലെ, കുട്ടൂസിന്റെ ഒപ്പം രാഗിനി ഉള്ളതുപോലെ, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളോടൊപ്പം ഉണ്ട് ഈ ആള്. സർവനാശകനും സർവ സംഹാരകരമായിട്ടുള്ള ആള്, നിങ്ങളെ സർവശക്തനായിട്ടുള്ള നിങ്ങളെ വിജയിപ്പിക്കുന്നതാണ്. ആരാണെന്ന് പറയാൻ? കമോൺ. സംഹാരകൻ എന്ന് പറയുന്നത്, സംഹാരകൻ നമ്മളെ നശിപ്പിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ലേസിനെസ്, പിന്നെ നമ്മളെ വിജയിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തിലുള്ള വിൽ പവർ. രണ്ടും ജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും നമ്മുടെ മനസ്സ് തന്നെ. യെസ്, ഇതിന്റെ അകത്ത് എനിക്ക് ഈ ബാച്ച് ഇഷ്ടപ്പെട്ടു. ഈ ബാച്ചിലെ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നു. സ്നേഹാഭിമാനം. ഓക്കെ, പറയാം. എന്താണെന്നറിയോ, നമ്മൾ തോൽപ്പിക്കുന്നതും നമ്മളെ ഇല്ലാതാക്കുന്നതും നമ്മളെ വിജയിപ്പിക്കുന്നതും ഇതിൽ രണ്ടും ഉത്തരം കറക്റ്റാണ്. നമ്മുടെ മനസ്സാണ്. മനസ്സിന് 3 അവസ്ഥാവിശേഷങ്ങളുണ്ട്. എന്തൊക്കെയാണത്? 1 ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ്. 2 ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്. 3-മത്തേത് അബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡ്. ഇതിനകത്ത് ഒരു മനസ്സ് പ്രശ്നക്കാരനാണ്. അവനൊരൊറ്റ വാക്കേ അറിയുള്ളൂ, ഒരൊറ്റ വാക്കേ അറിയുള്ളൂ. അത് ഉപബോധ മനസ്സാണ്. ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സിനെ നിങ്ങൾ പാലും ജ്യൂസും സൂപ്പും ഒക്കെ കൊടുത്ത് നല്ല ആരോഗ്യ ദൃഢഗാത്രനായി മേക്കപ്പ് ഒക്കെ ഇട്ട്
സുന്ദരനും സുന്ദരിയും ഒക്കെ ആയിട്ട് കൂടെ കൊണ്ടു നടക്കും. ഉപബോധ മനസ്സിന് ഒരൊറ്റ വാക്കറിയാം. ആ വാക്ക് ഇതാണ്. ആ മന്ത്രം പഠിച്ചാൽ നാം എല്ലാവരും ജീവിതത്തിൽ വിജയിക്കും. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. ഏതാണ്? അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. നമ്മൾ പറയാണ്, എന്റെ ദൈവമേ എന്തൊരു ജീവിതമാണെന്ന്. കല്യാണം കഴിച്ച് വന്നപ്പോ തുടങ്ങിയതാണ് ഈ വീട്ടിൽ. എത്ര പേര് എനിക്ക് പെണ്ണാലോചിച്ച് വന്നതാണ്. പക്ഷെ ഞാൻ ഈ വീട്ടിൽ തന്നെ വന്ന് കയറിയല്ല. അപ്പൊ തന്നെ ഉപബോധ മനസ്സ് അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. അടുത്തത്, അപ്പുറത്ത് വീട്ടിലെ ആ ചെക്കനെ കണ്ടില്ലേ, അവൻ 1ാം റാങ്ക് മേടിച്ച് പാസ്സായി. നിനക്ക് ഞങ്ങൾ എന്തൊക്കെ മേടിച്ചു തന്നെ കാണാം, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാടാ. മോനോട് പറഞ്ഞു കൊടുക്കണം അമ്മേട്ടാ. അപ്പൊ ഉപബോധ മനസ്സ്, നമ്മുടെ ഉപബോധ മനസ്സ് ഇവിടെ തന്നെ പറയും അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. ഓക്കെ. അടുത്തത്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. എന്റെ ഒപ്പം പഠിച്ച ജെസ്സി ഗൾഫിൽ പോയി ഒരുപാട് പൈസയൊക്കെ നേടി കല്യാണം കഴിച്ചത് വന്ന് സുഖമായിട്ട് ജീവിക്കും. എന്റെ ഒപ്പം പഠിച്ച ലോനപ്പൻ ഇത് അപ്പുറത്ത് ബിസിനസ് ഒക്കെ ചെയ്ത് നന്നായിട്ട് ജീവിക്കണം. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. അപ്പൊ ബോധ മനസ്സ് എന്ത് പറയും? അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. സി, അദ്ദേഹം നിങ്ങൾ തന്നെ, അദ്ദേഹം നിങ്ങൾ തന്നെ അവിടെ ഇരുന്ന് പഠിക്കും, അവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ്. ജെസ്സി ഗൾഫിലൊക്കെ പോയി കുറെ പൈസയും ഇതൊക്കെ നേടി കല്യാണമൊക്കെ കഴിച്ചു വന്നു. പക്ഷെ അവർക്ക് ഈ നാട്ടിൽ നിൽക്കാനായിട്ട് പറ്റിയ, ഈ നാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ, വീട്ടുകാരും കൂട്ടുകാരും ഒപ്പം ഉത്സവത്തിനും പെരുന്നാളിനും പോകാൻ പറ്റിയ. എന്റെ ജീവിതം എന്ത് സന്തോഷപ്രദമാണ്. ഉള്ള പൈസ കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റി. പള്ളിപ്പെരുന്നാളിന് പോകാൻ പറ്റി, മസ്ജിദിന് ഇതിന് പോകാൻ പറ്റി, ഉത്സവത്തിന് പോകാനായിട്ട് പറ്റി, ഇവിടെ നാട്ടിൽ സിനിമക്ക് പോകാൻ പറ്റി, തൊട്ടടുത്തുള്ള അമ്പലക്കുളത്തിൽ അല്ലെങ്കിൽ പുഴയില പോയി കുളിക്കാനായിട്ട് പറ്റി, ഇഷ്ടപ്പെട്ട ആഹാരം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റി. എന്തൊരു സുന്ദരമായ ജീവിതമാണ് ദൈവമേ എന്ന് പറയുമ്പോൾ അപ്പോഴും ബോധവൻസ് എന്ത് പറയും? അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. എന്നെ കൊണ്ട് കൊള്ളാല, പുതിയ ചുരിദാറിട്ട് പോകേണ്ട ബഷീരിക്കയുടെ കർണഫന്റെ കൂടെ. അപ്പൊ എന്നെ കൊണ്ട് കൊള്ളാല, ഞാൻ ഇന്ന് എന്തൊരു സുന്ദരിയായിരിക്കുന്നു. അപ്പൊ ബോധവൻസ് അപ്പൊ എന്താ പറയാ? എന്താ പറയാ? അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിജയിക്കും. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. എന്തൊക്കെ പ്രശ്നം വന്നോട്ടെ, ഞാൻ ഈ കോഴ്സ് പഠിച്ച് പാസ്സാകും, വിജയിക്കും. ഞാൻ ടീച്ചറാകും. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. നിങ്ങൾ കണ്ണടച്ചിരുന്നിട്ടേ കൊച്ചുമക്കളെ പഠിപ്പിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിൽ കാണുക, മനസ്സിൽ കാണുക. അപ്പൊ ബോധമനസ് അങ്ങനെ പറയും അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. അപ്പൊ ആ ഒരു ശക്തിവിശേഷത്തിലോട്ട് നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ബോധതലങ്ങളെ ഇന്ന് തുടങ്ങി മാറ്റാനായി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് വിജയത്തിന്റെ വലിയ സോപാനങ്ങളിലേക്ക് കൈപിടിച്ചുയരാനുള്ള ചവിട്ടുപടിയായി ഈ കോഴ്സ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുള്ളവരെ ആ നമ്പറിലേക്ക് വിളിക്കുക. ഏവർക്കും സ്നേഹാശംസകൾ. ബൈ ബൈ, ടാറ്റ, സി യു. Thank you. See you, sir. Happy New Year, sir. Thank you, sir. Thank you, sir. താങ്ക് യു സാറേ. ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കാൻ വരണം കേട്ടോ സാറേ. സാറേ, ഒരു 2 മാസം 3 മാസത്തിൽ കൂടുമ്പോൾ ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ അത്യാവശ്യമാണ്. എത്രയൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പിറകോട്ട് പോകും ജീവിത സാഹചര്യങ്ങളാകുമ്പോ. അപ്പൊ ഇടയ്ക്കൊന്ന് ഉണർത്താൻ വരണം സാറേ. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിജയിക്കും, ഉറപ്പാ. കുക്കുംബർ